ഹലോ എവറി വൺ. ഈ നിരത്തിയിട്ടിരിക്കുന്ന കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, 100 കണക്കിന് കാർഡുകൾ ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഈ കാർഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അതിനുള്ള ഫ്ലാഷ് കാർഡുകളാണിത്. ഈ കാർഡുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഇത് ഉപയോഗിച്ച് ഏതൊരാൾക്കും, ഒരു കൊച്ചു കുട്ടി മുതൽ എത്ര പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. മാത്രമല്ല നല്ല ഭംഗിയായിട്ട് മെമ്മറി വർദ്ധിപ്പിക്കാനും കൂടി സാധിക്കുന്ന ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ കൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പരിചയപ്പെടുത്തി തരാം. ഒരു അടിപൊളി മെത്തേഡാണ്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വെച്ചാൽ, അജയൻ്റെ അടുത്തുള്ള അജയ് ആ കാർഡ് ഇതൊന്ന് കാണിച്ചേ. ഇതുണ്ടോ ഈ ടെക്സ്റ്റ് നിങ്ങളുണ്ടോ? മലയാളത്തിലുള്ള ഈ ഒരു വലിയ നെടുനീളൻ ടെക്സ്റ്റ്, വലിയ ടെക്സ്റ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാർഡുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇത്രയും ഭംഗിയായി സംസാരിക്കാൻ സാധിക്കുക? ദിസ് എ റിയലി വണ്ടർഫുൾ ടെക്നിക്സ്, യു നെവർ മിസ് ഇറ്റ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, അജയ്, അതുപോലെ തന്നെ അഭിഷേക് ഉണ്ട്, അതുപോലെ തന്നെ അഭിനവ് ഉണ്ട്. റൈറ്റ്, നിങ്ങൾ റെഡി അല്ലേ? യെസ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവരുടെ കൂടെ ഞാൻ ഇവരെ ഈ ഓരോ കാര്യവും പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൂടെ സംസാരിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമാണ് ഈ റിസൾട്ട് ഉണ്ടാവുക. ഈ ഒരൊറ്റ വീഡിയോയിലല്ല നമ്മൾ ഇത്രയും ചെയ്യുന്നത്. ഈ ഒരൊറ്റ വീഡിയോയിൽ അജയ്, ഈ ഒരൊറ്റ വീഡിയോ ഉപയോഗിച്ചിട്ട് ഇത് ഈ ഒരു മെത്തേഡിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കംപ്ലീറ്റ് ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? യെസ്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇതേപോലെ ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉപയോഗിച്ചിട്ടില്ല? അജയ് ഉപയോഗിച്ചിട്ടില്ല? ഇല്ല അല്ലേ? ഈ ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ സംഭവമൊന്നുമില്ല, സിമ്പിളായ ഒരു കാര്യമാണ്. ഇതിനകത്തൊരു കാർഡ് എടുക്കുക അജയ്, ജസ്റ്റ് ഒരു കാർഡ് എടുക്കുക. യെസ്, ഓക്കെ. ഈ കാർഡ് കാണിച്ചു നോക്കൂ. ഇതിലൊരു ചിത്രം കണ്ടോ നിങ്ങൾ? ഈ ചിത്രത്തിൽ എന്താ അജയുള്ളത്? തുണി പിഴിയുന്ന ഒരു ചിത്രമാണ് അല്ലേ? അപ്പോൾ അഭിഷേകിന് ഈ തുണി പിഴിയുന്നതിന് എന്താ ഇംഗ്ലീഷ് പറയാൻ അറിയോ? അറിയില്ല. ഡോണ്ട് വറി, കുഴപ്പമില്ല. കാരണം പല ആൾക്കാർക്കും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല സുഹൃത്തുക്കൾക്കും ഈ തുണി അലക്കാനുള്ളതിന് എന്താ അറിയാം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വാഷ് എന്ന് പറഞ്ഞാൽ തുണി അലക്കുക എന്നാണ് അല്ലേ? എന്നാൽ തുണി പിഴിയുക എന്നുള്ളതിന് എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാൻ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അജയ് ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പോൾ അന്ന് അജയ് ആയിരുന്നുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത്. അപ്പോൾ ഇതിന് ഈ തുണി പിഴിയുക എന്നുള്ളതിന് എന്താ പറയുക? റിംഗ് എന്നാണ് പറയുക. തുണി പിഴിയുക എന്നുള്ളതിന് റിംഗ് എന്നാണ് പറയുക. ആ വേർഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ കാർഡിന്റെ തൊട്ട് പുറകിൽ അതുണ്ടാവും കണ്ടോ? തുണി പിഴിയുക എന്നുള്ളതിന് റിംഗ്. അപ്പോൾ WRING എന്നാണ് റിംഗ് അല്ലേ? അപ്പോൾ തുണി പിഴിയുക എന്നുള്ളതിന് റിംഗ് ആണ്. ഇനി ഞാൻ തുണി പിഴിഞ്ഞു. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ, അല്ല നീ ആ തുണിയൊക്കെ പിഴിഞ്ഞോ? ഞാനത് പിഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ തുണി പിഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? റിംഗ് മതിയോ? I wrung എന്ന് വേണം. അപ്പോൾ എന്താ ശ്രദ്ധിക്കുക? WRUNG, റങ് എന്ന് പറഞ്ഞാൽ തുണി പിഴിഞ്ഞു എന്നാണ്. പിഴിയുക എന്നുള്ളതിന് റിംഗ് ആണ്. തുണി പിഴിഞ്ഞു എന്നാകുമ്പോൾ റങ് എന്നാണ് വേണ്ടത്. അപ്പോൾ എന്താ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പല ആൾക്കാർക്കും ഇതിൽ ആദ്യത്തെ ഫോം അറിയായിരിക്കും. ഇപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു, പോകാറുണ്ടെന്നൊക്കെയാണ്. ഞാൻ പോയി എന്നാകുമ്പോൾ ഐ ഗോ മതിയോ? ഐ വെന്റ് വേണം അല്ലേ? എന്ന് പറഞ്ഞ പോലെ 2ഉം 3ഉം ഫോമുകൾ പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഈ വൊക്കാബുലറി അറിയാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ അറിയാത്തതുകൊണ്ട് പലർക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഡിക്ഷണറിയിലുള്ള 100 കണക്കിന് വാക്കുകളൊക്കെ അറിയായിരിക്കും അല്ലേ? നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ SSLC ഒക്കെ പഠിച്ച സമയത്ത് 100 അല്ല 1000 വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും നമുക്ക് അറിയണമെന്നില്ല. ഇപ്പോൾ അതെ, അതിലെ രണ്ടാമത്തെ കാർഡ് ഒന്ന് എടുക്കാം അജയ്. ജസ്റ്റ് ആ കാർഡ് ആണോ? ഇതെന്താ സംഭവം? തുണി ഇങ്ങനെ അടുക്കി വെക്കുക. ഈ തുണി അടുക്കി വെക്കുക എന്നുള്ളതിന് സാധാരണ അതിൽ നമ്മൾ എന്താ പറയുക? ജസ്റ്റ് ഇങ്ങനെ അടുക്കി വെക്കുന്നതിന് ഓർഡറിൽ വെക്കാന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ശരിക്കും ഇതിന് കറക്റ്റ് പറയേണ്ട വേർഡ് സ്റ്റാക്ക് എന്നാണ്. അന്ന് തിരിച്ചു പിടിച്ചേ, കാർഡൊന്ന് തിരിച്ചു പിടിച്ചേ. കണ്ടോ? STACK. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ തുണി ഇങ്ങനെ അടുക്കി വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഞാൻ തുണി അടുക്കി വെച്ചു. എടാ നീ തുണി അടുക്കി വെച്ചോ? അത് ഞാൻ തുണി അടുക്കി വെച്ചു എന്ന് പറയുമ്പോൾ യെസ് ഐ സ്റ്റാക്ഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന പല വേർഡുകളും സെൻറ്റൻസുകളും നമുക്ക് പ്രോപ്പറായിട്ട് അറിയണം എന്നില്ല. അപ്പോൾ അതൊക്കെ പഠിക്കാനും നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ഒരു ലോങ് ഐഡിയ ഇതേ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ സംസാരിക്കാം എന്നുകൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാർഡുകളുണ്ടോ? ഇതേപോലെ ഈ കാണുന്ന എല്ലാ കാർഡിൻ്റെ പുറകിൽ ഇതുപോലെ V1, V2, V3 അതുപോലെ എല്ലാത്തിനോടും ഒരു കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കാം. വേണ്ട? യെസ്, വാങ്ങുക. വാങ്ങുന്നതിൻ്റെ ഒരു ഇമേജ് കണ്ടോ നിങ്ങൾ? ഒരു പട്ടം വാങ്ങുന്നല്ലേ? അതെ, പട്ടത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? കൈറ്റ് അല്ലേ? ഓക്കെ, വാങ്ങുന്നതിൻ്റെ ഇമേജ്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ കാർഡുകൾ എന്താണെന്ന് മനസ്സിലായില്ലേ? കാർഡുകളിൽ ഒരു സൈഡിൽ ഒരു ചിത്രമായിരിക്കും, എന്താണോ അതിലുള്ളത് അതിൻ്റെ ചിത്രമായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഞാനിപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്ന് ഇങ്ങനെ കാണുന്നതിൻ്റെ കണ്ടില്ലേ? അതൊന്ന് തിരിച്ചെടുക്കാവോ? കാർഡ് തിരിച്ചു പിടിക്കാവോ? കണ്ടോ? വാച്ച്. അപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് വാച്ച് ചെയ്യാണ്. അപ്പോൾ വാച്ച് എന്നാണ് ഇനി പറയുക. അപ്പോൾ നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാ കാർഡിൻ്റെ പുറകിലും ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഇതെങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? സോ ലെറ്റ്സ് ഗോ ദേർ. നമ്മുടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും
ഇനി ഞങ്ങൾ പറയുന്നത് പോലെയും അതുപോലെ തന്നെ ഇവരോട് ഞാൻ ചോദിക്കുമ്പോൾ ഇവരോട് നിങ്ങളോടാണ് ചോദിക്കുന്നത് എന്ന ചിന്തയിൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നമ്മുടെ എവിടെ പോയി നമ്മുടെ പേപ്പർ ഈ പേപ്പറിലുള്ള ഇതുപോലുള്ള ഒരു ഐഡിയ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുഴുവനും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും. ഒപ്പം നിങ്ങൾക്കും പറ്റും, നിങ്ങളും പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ഗുഡ്. ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുന്ന സമയത്ത് പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഞങ്ങളുടെ കൂടെ പറയണം, മറന്നു പോകരുത്. കാരണം നമ്മുടെ കൂടെ നിങ്ങൾ പറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് അടിപൊളിയായിട്ട് സംസാരിച്ച് പോകാൻ പറ്റുക. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പോകാൻ കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ദേർ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കാം. അജയ്ക്ക് ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കാം. ഓക്കെ, കാർഡ് ഒന്ന് കാണിക്കാവോ? ഓക്കെ, ഈ കാർഡിൽ നിങ്ങൾ കാണുന്നത് എന്താ അജയ്? ഒരാളൊരു ഷോപ്പിംഗ് മാളിലേക്ക് ഒരാളിങ്ങനെ നടന്നു പോവാം. അഭിഷേക് കാണുന്നില്ലേ അല്ലേ? ഒരാൾ ഷോപ്പിംഗ് മാളിലേക്ക് പോവാം. അപ്പം നിങ്ങൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾ എല്ലാവരും മനസ്സിൽ ചിന്തിക്കേണ്ടത് ഇത് നിങ്ങളാണെന്ന് കരുതണം. ഇപ്പോൾ അഭിനവ് മനസ്സിലായോ? അതായത് ഇപ്പോൾ അഭിനവ് ഇപ്പോൾ ഷോപ്പിംഗ് മാളിലേക്ക് പോവാണെന്നാണ് അഭിനവ് ചിന്തിക്കേണ്ടത്. അഭിഷേക് എന്താ ചിന്തിക്കുക? ഞാൻ ഷോപ്പിംഗ് മാളിൽ പോവാണെന്ന് ചിന്തിക്കണം. ഓക്കെ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഷോപ്പിംഗ് മാളിലേക്ക് പോവാണെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ് തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് ഞാൻ ഇന്നലെ ഷോപ്പിംഗ് മാളിൽ പോയി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ഷോപ്പിംഗ് മാളിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി എന്നൊക്കെ പറയില്ലേ? പോയി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഗോ പോവുക, വെന്റ് പോയി അല്ലേ? എന്നാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഈ വെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് അഭിനവ് അജയനോട് ചോദിക്കുകയാണ്, അജയ് ഇന്നലെ എവിടെ പോയത്? ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അതിൽ കഴിഞ്ഞു. എവിടെ പോയെന്ന് വെച്ചു, പോയി എന്ന് പറഞ്ഞു, പിന്നെ അതിന് മുകളിലൊന്നുമില്ല. അതേസമയം അജയ് പറയാണ്, ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിൽ പോയി, പിന്നെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. ഇങ്ങനെ 1 by 1 അതെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ വെന്റിനേക്കാളും നല്ലത് ഹെഡഡ് എന്ന വേർഡാണ്. ഹെഡഡ്. ആ സ്പെല്ലിംഗ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അതിൻ്റെ പുറകിൽ കണ്ടോ? HED ഹെഡ്. അതിൻ്റെ കൂടെ EDയും കൂടെ ചേർത്താൽ ഹെഡഡ്. അഭിഷേക് എന്താ പറയുക? ഹെഡഡ് എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. അപ്പോൾ ഇവിടെ വെന്റിന് വരെ എന്താ ഉപയോഗിക്കേണ്ടത്? ഹെഡഡ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പറയാ ഹെഡഡ്. ഐ ഹെഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്നാണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിലും കഴിഞ്ഞു പോയതിൽ പോയി എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഹെഡഡ് എന്നാണ് പറയേണ്ടത്. ഹെഡഡ്. അഭിഷേക് എങ്ങനെ പറയും? ഞാൻ പോയി എന്നുള്ള എങ്ങനെ പറയും? ഐ ഹെഡഡ്. ഇപ്പൊ എങ്ങോട്ട് പോയതായിട്ട് ആ വീഡിയോയിൽ ആ ഇമേജിൽ കാണിക്കുന്നത്? ഷോപ്പിംഗ് മാളിലേക്ക് പോയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അഭിഷേക് എങ്ങനെ പറയും? വെരി ഗുഡ്. ഐ ഹെഡഡ് ടു ദ ഷോപ്പിംഗ് മാൾ. ഐ ഹെഡഡ് ടു ദ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പിംഗ് മാളിൽ പോയി എന്നാണ്. ഇനി ഇഷ്ടമുള്ള വേറൊരു കാർഡ് എടുത്തേ. ആ ഇമേജ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അഭിനവ് കണ്ടോ ഈ കാർഡ്? കണ്ടു. ഇതെന്താ, എങ്ങോട്ടാ പോകുന്നത്? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതായിട്ടാ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് പറയാ? അവനും എങ്ങനെ പറയുന്നത്? ഐ ഹെഡഡ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പറഞ്ഞേ. സ്റ്റേഷൻ. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പറഞ്ഞേ അഭിഷേക്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഐ ഹെഡഡ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു ഇമേജ് എടുത്തേ. അടുത്ത ഇമേജ് നമ്മുടെ സുഹൃത്തുക്കൾ കേൾക്കുന്ന ആൾക്കാരാണ് പറയേണ്ടത്. അടുത്ത ഇമേജ് എടുക്കുക. ഈ ഇമേജ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, ഈ ഇമേജ് കണ്ടിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇത് എങ്ങനെയാണ് പറയാന്നുള്ളതെന്ന് പറയണം. ഓക്കെ, അഭിഷേക് എങ്ങനെ പറയും? ഇമേജ് ഇപ്പോൾ എന്താ ഉള്ളത്? ഇമേജിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അഭിഷേക് എങ്ങനെ പറയാം? ഐ ഹെഡഡ് ടു ദ ടെക്സ്റ്റൈൽ ഷോപ്പ്. വെരി ഗുഡ്. ഐ ഹെഡഡ് ടു ദ ടെക്സ്റ്റൈൽ ഷോപ്പ്. ഇനിയിപ്പോൾ അഭിഷേകിന്റെ ഫ്രണ്ടും കൂടെ എങ്ങനെ പോകാന്ന് കൂട്ടാ. അപ്പോൾ ഒരാളല്ല പോകുന്ന, ഒന്നിലധികം ആളുണ്ട്. ഒരു കാർഡ് എടുത്ത്, അങ്ങനത്തെ ഒരു കാർഡ് എടുത്ത് അജയ് എടുത്തു. ഈ കാർഡിൽ കണ്ടോ? ഇപ്പോൾ അഭിഷേകിന്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇതിൽ രണ്ടാളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് മനസ്സിൽ ചിന്തിക്കുക. ഓക്കെ, ഇവരെങ്ങോട്ടാ ഇപ്പോൾ പോകുന്നത്? എങ്ങോട്ട് പോകുന്നത്? ബുക്ക് സ്റ്റോറിലേക്ക് പോകുന്നത്. അപ്പോൾ അഭിഷേക് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ ബുക്ക് സ്റ്റോറിലേക്ക് പോയി എന്നാണ് പറയേണ്ടത്. അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആയി മതിയോ? പോരാ, ഞങ്ങൾ എന്ന് പറയുന്നത് വി വേണം അല്ലേ? അപ്പോൾ വി ആകുമ്പോൾ എങ്ങനെ പറയും? അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വി ഹെഡഡ് ടു ദ ബുക്ക് സ്റ്റോർ. ഓക്കെ, അതെ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി, ഞാനാണെങ്കിൽ ഐ. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ഒരു ഇമേജ് കൂടി എടുക്കാവോ? രണ്ടാളുടെ ഒരു ഇമേജ് എടുക്കാവോ? യെസ്, നോക്കൂ, ഇതിൽ രണ്ടാളുണ്ട് അല്ലേ? അപ്പോൾ അഭിനവേ രണ്ടാളും കൂടെ എങ്ങോട്ടാ പോകുന്നത്? കോഫി ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അഭിനവ് എങ്ങനെയാ പറയുന്നത്? We headed to the coffee shop. Very good. We headed to the coffee shop. We headed to the coffee shop. Okay.
ഇനി ഒരു ഇമേജ് കൂടെ എടുക്കാവോ? ഇനി ഞാൻ കാണിക്കുന്ന ഇമേജ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു നോക്കുക. ഇതെങ്ങനെയായിരിക്കും നിങ്ങൾ പറയുക? നമ്മുടെ ഓഡിയൻസ് ആണ് പറയേണ്ടത്. അജയ് എന്ന് പറയാവോ? ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെ പറയും? വി ഹെഡഡ് ടു ദ ബസ് സ്റ്റാൻഡ്. വെരി ഗുഡ്. വി ഹെഡഡ് ടു ദ ബസ് സ്റ്റാൻഡ്. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി അവിടെ വെച്ചിട്ട് നമ്മളൊരാളെ കാണുകയാണ്. ഓക്കെ, അപ്രതീക്ഷിതമായിട്ട് കാണുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മളത് എങ്ങനെയാണ് പറയുന്നത്? അപ്രതീക്ഷിതമായ ഒരാളെ കാണുക. അതെ, അൺഎക്സ്പെക്റ്റഡ് നമ്മൾ പറയാറുണ്ടല്ലേ അപ്രതീക്ഷിതമായി കാണുന്നതിന്. പക്ഷെ കുറച്ചും കൂടി നല്ലൊരു വേർഡ് ഉണ്ട്. അത് ഞാനിപ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു കാർഡ് എടുക്കാം. ഒരു കാർഡ് എടുത്ത് ഒരാളെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഈ കാർഡ് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ കാർഡിൽ രണ്ടാളുണ്ട് അല്ലേ? ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിനെ കാണുകയാണ്. ഓക്കെ, ഫ്രണ്ടിനെ നിങ്ങൾ കണ്ടുമുട്ടുകയാണ്. അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുക. ഈ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാന്നറിയോ? റാൻ ഇൻറ്റു. അതായത് ഇപ്പോൾ അഭിനവ് ഇങ്ങനെ പെട്ടെന്ന് നടന്നങ്ങ് പോവാ. നടന്നിങ്ങനെ പോകുന്നത് പെട്ടെന്ന് അഭിഷേക് എന്ത് ചെയ്യുന്നു? അഭിനവിന്റെ മുന്നിലേക്ക് വന്നു. എടാ നീ അങ്ങോട്ടാ പോകുന്നത് ചോദിച്ച് നിങ്ങൾ അങ്ങനെ ചാടി വരാറുണ്ടല്ലോ അല്ലേ? അപ്പൊ അപ്രതീക്ഷിതമായി നമ്മളൊരാളെ കണ്ടുമുട്ടുക എന്നുള്ളതിന് എന്താ പറയാ? റാൻ ഇൻറ്റു. റണ്ണിന്റെ റൺ ഇൻറ്റു എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി ഞങ്ങൾ കാണാറുണ്ട് എന്നുള്ള കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ. റാൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് വിടുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്താ പറയും? ഓക്കെ, യെസ്, റാൻ ഇൻറ്റു. ഐ റാൻ ഇൻറ്റു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു എന്നാണ്. ഓക്കെ, ഐ റാൻ ഇൻറ്റു മൈ ഫ്രണ്ട്. ഓക്കെ, ഇനി വേറൊരു ഇമേജ് എടുത്തേ. ഓക്കെ, ആട്ടോ, ഇപ്പൊ ഇതൊരു അങ്കിളാണെന്ന് നിങ്ങൾ അങ്കിളാണ്. ഓക്കെ, അപ്പൊ അഭിനവ് എങ്ങനെ പറയും? I ran into my uncle. ഓക്കെ, ഐ റാൻ ഇൻറ്റു മൈ അങ്കിൾ. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ഇമേജ്, അടുത്ത ഒരു ഇമേജ് എടുത്തേ. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് ആരാണ് അഭിഷേക്? ഇത് പോസ്റ്റ്മാൻ ആണ് അല്ലേ? പോസ്റ്റ്മാൻ ആണ്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ റാൻ ഇൻറ്റു പോസ്റ്റ്മാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഐ റാൻ ഇൻറ്റു അവർ പോസ്റ്റ്മാൻ. ഞങ്ങളുടെ പോസ്റ്റ്മാൻ, നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ അടുത്തുള്ള പോസ്റ്റ്മാൻ, അവരെ കണ്ടു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക എന്നുള്ളത് എന്ത് പറയും? റാൻ ഇൻറ്റു എന്ന് ഉപയോഗിക്കും. ഇനി സാധാരണ കാണുന്നതിനാണെങ്കിൽ മീറ്റ് എന്നാണ് പറയാം. സാധാരണ നമ്മൾ പറയില്ലേ മീറ്റിംഗ് എന്നൊക്കെ പറയാറില്ല. അപ്പോൾ അത് കണ്ടുമുട്ടി എന്നാകുമ്പോൾ മെറ്റ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ആ കാർഡിലൊന്ന് കണ്ടിട്ട് ആ കാർഡിൻ്റെ ബേക്കിൽ എഴുതിയിട്ടുണ്ട്. അതാ, മീറ്റ് എന്ന് പറഞ്ഞാൽ കാണുക, മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. അപ്പോൾ ഐ മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടുമുട്ടി. ഞാൻ കണ്ടുമുട്ടി എന്നാണ്. ഓക്കെ, ഐ മെറ്റ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നേരത്തെ ഒന്നാമത്തെ ഇമേജിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? നമ്മളൊരു സ്ഥലത്തേക്ക് പോയി അല്ലേ? അപ്പോൾ ആ ഷോപ്പിംഗ് മോളിലേക്ക് പോകുന്നതിൻ്റെ ഇമേജ് ഒന്ന് എടുത്തേ. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു പറഞ്ഞേ? അപ്പോൾ ഒന്ന് പറഞ്ഞേ അഭിഷേക്, ഒന്ന് പറഞ്ഞേ. I headed to shopping mall. I headed to the shopping mall. I headed to the shopping mall. ഇതിനകത്തൊരു ചെറിയൊരു കാര്യം കൂടി ചേർത്തോ. ഇന്നലെ ഞാൻ പോയി. ഇന്നലെ. അപ്പോൾ ഇന്നലെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയരുത്, യെസ്റ്റർഡേ എന്ന് പറഞ്ഞേ അഭിനവേ. അജയ് എന്ന് പറഞ്ഞേ യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ ഞാൻ ഷോപ്പിംഗ് മോളിലേക്ക് പോയി അജയ് എന്ന് പറഞ്ഞേ. Yesterday I headed to the shopping mall. വെരി ഗുഡ്. യെസ്റ്റർഡേ ഐ ഹെഡഡ് ടു ദ ഷോപ്പിംഗ് മാൾ. അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ അങ്കിളിനെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക, ഞാൻ എൻ്റെ അങ്കിളിനെ കണ്ടു, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു എന്നൊക്കെ പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം നിങ്ങൾ ചേർക്കണം. വെയർ, WHERE. വെയർ, WHERE, വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അതിൽ എവിടെ എന്നൊരർത്ഥമുണ്ട് അല്ലേ? വെയർ ആർ യു ഗോയിങ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ പറയാറുണ്ട്. അതേ സെയിം സ്പെല്ലിംഗ്, പക്ഷെ അവിടെ വെച്ച് എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ വെയർ ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കുക, കണ്ടോ? ഇവിടെ വെച്ച് നമ്മൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടി അല്ലേ? അപ്പോൾ വെയർ ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഓക്കെ, ഇനി അങ്കിളിൻ്റെ ആ ഇമേജ് ഒന്ന് എടുത്തേക്കാവൂ. അപ്പോൾ ഇത് നോക്കിയിട്ട് എങ്ങനെ പറയും അഭിനവ്? Where I met my uncle. Where I met my uncle. ഓക്കെ, ഈ ഇമേജ് അഭിഷേകിൻ്റെ കൊടുക്കുക. ഒന്നാമത്തെ ഇമേജ് ഷോപ്പിംഗ് മോളിൻ്റെ അഭിനവിൻ്റെ അടുത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇമേജ് വെച്ചിട്ട് അഭിനവ് എന്താ പറയുക? Yesterday I headed to the shopping mall. യെസ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഇമേജ് കാണുമ്പോൾ എന്ത് പറയും? Where I met my uncle. Where I met my uncle. കണ്ടോ? Yesterday I headed to the shopping mall. Where I met my uncle. ഓക്കെ, ഇനി അടുത്തൊരു ഇമേജ് എടുത്ത് അജയ് അന്നേരം പോയ സമയത്ത് അജയ് ആരെയാണ് കണ്ടത്? പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസറാണ്. അപ്പോൾ അജയ് എന്ത് പറയും?
Where I met the police officer. വേർ ഐ മെറ്റ് ദ പോലീസ് ഓഫീസർ കേട്ടോ. Okay. വേർ ഐ മെറ്റ് ദ Police officer. പോലീസ് ഓഫീസർ, റൈറ്റ്? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻ ആകാം, ബ്രദർ ആകാം, നിങ്ങളുടെ അയൽക്കാരനാകാം, നെയ്ബർ ആകാം, അല്ലേ? അതെ, അപ്പോൾ അഭിഷേക് ഷോപ്പിംഗ് മാളിലേക്ക് പോയി അവിടെ വെച്ച് അങ്കിളിനെ കണ്ടു. അങ്കിളിനെ കണ്ട്, അങ്ങനെ പറയും. അഭിഷേക് ഷോപ്പിംഗ് മാളിൽ പോയി അവിടെ വെച്ച് അങ്കിളിനെ കണ്ടു. Yesterday I headed to the shopping mall where I met my uncle. വേർ ഐ മെറ്റ് മൈ അങ്കിൾ. കേട്ടോ, ഇതാണ്. Where I met എന്ന് പറയുന്നത് അവിടെ വെച്ച് ഞാൻ നല്ലതാണ്. അതെ, വേർ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച്. ആ. വേർ ഐ മെറ്റ് മൈ അങ്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് എൻ്റെ അവിടെ അങ്കിളിനെ വെച്ച്. കണ്ടു. അതാണ് സംഭവം. Okay. ഓക്കെ, Okay. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? Clear ആയി. യെസ്. അപ്പോൾ ഈ ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. Okay. ഓക്കെ. ഇനി ഇഷ്ടമുള്ള വേറെ ഒരു സ്ഥലത്ത് പോയതിന്റെ ഒരു ഇമേജ് എടുത്തേ. ഇതെടുക്കാം. ഓക്കെ, ഇതേതാ ചിത്രം? റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പൊ അജയ് ഇത് പറയൂ. I headed to the railway station. ഒരു സമയം പറയാം. Yesterday I headed to the railway station. എന്നിട്ട് അവിടെ വെച്ച് ഒരാളെ കണ്ട പറയൂ. അവിടെ വെച്ച് അജയ്, ഫ്രണ്ടിനെ കണ്ടു. Where I met my friend. വേർ ഐ മെറ്റ് മൈ Friend. ഫ്രണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു ഒക്കെ ചെയ്തു, അല്ലേ? അതെ. ഒരു സ്ഥലത്ത് പോയി അവിടെ വെച്ച് ഒരാളെ കണ്ടു. സ്വാഭാവികമായിട്ടും അയാളെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ മിണ്ടും സംസാരിക്കും. അതിനുശേഷം നമുക്ക് ചിലപ്പോൾ കോഫി കഴിക്കാനൊക്കെ പോകും, അങ്ങനെയൊക്കെ ചെയ്യും. അതെ. ഓക്കെ, അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതേപോലെ ഒരു ലോങ് ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഈ ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോങ് ഐഡിയ നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് പോവാം. അപ്പോൾ നമുക്കിനി 1 by 1 ആയിട്ട് നിങ്ങൾ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇനി പറയാൻ പോകുന്നു കേട്ടോ. അതെങ്ങനെയാണ് പറയാൻ പോകുന്നത് ഞാൻ പറയാം. ആദ്യത്തെ ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. ഈ ഇമേജ് എന്താ സംഭവം? ഈ ഇമേജ് ബാങ്കിലേക്ക് ബാങ്കിലേക്ക് പോവാണ്. അപ്പോൾ അഭിഷേക് എങ്ങനെ പറയും? Yesterday I headed to the SBI bank. യെസ്റ്റർഡേ ഐ ഹെഡഡ് ടു ദ SBI bank. SBI ബാങ്ക്. അടുത്ത ഇമേജ് കാണുമ്പോൾ എന്ത് പറയും? Where I met my friend. വേർ ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ ഒരുമിച്ച് വേറെ സ്ഥലത്തേക്ക് പോവാണ്. എന്താണത്? We headed to the coffee shop. ഓക്കെ, ഇവിടെ ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ മാറ്റം വരുത്താം. വി ഹെഡഡ് ടു ദ കോഫി ഷോപ്പ് ടുഗെദർ എന്നാക്കുക. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. Okay. രണ്ടുപേരുള്ളൂ. രണ്ടാളും കൂടി ഉള്ളതുകൊണ്ട് പറയാണ് വി ഹെഡഡ് ടു ദ കോഫി ഷോപ്പ് Together. ടുഗെദർ. ഞങ്ങൾ ഒരുമിച്ച് Together. Together. വി ഹെഡഡ് ടു ദ കോഫി ഷോപ്പ് Together. ടുഗെദർ. ഞങ്ങൾ ഒരുമിച്ച് കോഫി ഷോപ്പിലേക്ക് പോയി. പോയി എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. ഇനി അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നോക്കൂ കേട്ടോ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോഫി കുടിച്ചു. അപ്പോൾ കോഫി കുടിച്ചു എന്നുള്ളതിന് 2 രീതിയിൽ വേണേൽ പറയാം നമുക്ക്. ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നാണ് അർത്ഥം. ഡ്രിങ്ക് എന്ന് പറഞ്ഞാലും കുടിക്കുക എന്നാണ് അർത്ഥം, അല്ലേ? ഇപ്പം നമ്മൾ കോഫി ചിലപ്പോൾ നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കും. അതേപോലെ തന്നെ നീ ചായ ഏട്ടാ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ചായ കഴിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ കുടിക്കാമെന്നും കഴിക്കാമെന്നും 2 രീതി പറയാം. ഈ കഴിക്കുക എന്നുള്ളത് നമ്മൾ ഈറ്റും പറയാറുണ്ട്, ഇല്ലേ? കുടിക്കുന്നതല്ല, കഴിക്കുന്നതിന് ഈറ്റ് എന്ന് പറയാം. അപ്പോൾ ഈറ്റും ഹാവും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ പറയില്ലേ തിന്നുക, അതുപോലെ തന്നെ കഴിക്കുക. നീ ചോറ് തിന്നോന്ന് ചോദിക്കുന്നതാണോ നീ ചോറ് കഴിച്ചോന്ന് ചോദിക്കുന്നതാണോ നല്ലത്? അല്ലേ? നമ്മുടെ കുറച്ചുകൂടി നല്ല രീതി അതാണ്. അപ്പോൾ ഹാവ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കോഫിയൊക്കെ കുടിക്കുകയല്ലേ, പിന്നെ എന്തിനാ ഹാവ് പറയുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, കോഫി കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താ പറയുന്നുണ്ട്, ഇതിനകത്ത് ജസ്റ്റ് ഒരു സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ്, അതായത് കോഫി കഴിക്കുന്നു അതോടൊപ്പം തന്നെ സ്നാക്സ് കഴിക്കുന്നു. ഇത് രണ്ടും കൂടി വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഹാവ് എന്ന് പറയുന്നത് നല്ലത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതെ. അപ്പോൾ കഴിക്കുക എന്നുള്ള ഫീലിംഗിൽ നിങ്ങൾ എവിടെ പറയുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഹാവ് ഉപയോഗിക്കാം. ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നാണ്. കഴിച്ചു എന്നാണെങ്കിൽ ഹാഡ് ആണ്. ഓക്കെ, ഐ ഹാഡ്, യെസ്. അപ്പോൾ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണെങ്കിലോ അഭിഷേക്? ഞങ്ങൾ വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അത്രയേ ഉള്ളൂ, വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ കോഫി കഴിച്ചു. ഇവിടെ വേണ്ടത് ഞങ്ങൾ കോഫി കഴിച്ചു എന്നാണ്. അപ്പോൾ എങ്ങനെ പറയാം അഭിഷേക്? വി ഹാഡ് കോഫി ഒരുമിച്ച് എന്നാണെങ്കിൽ അങ്ങനെ പറയാം. അതല്ലെങ്കിൽ വി ഹാഡ് കോഫി എന്ന് പറയാം. നേരത്തെ ടുഗെദർ പറഞ്ഞതുകൊണ്ട് വേണേൽ വി ഹാഡ് കോഫി. അപ്പം ഞങ്ങൾ കോഫി കഴിച്ചു എന്നായി, അല്ലേ? അപ്പോൾ 1 by 1 ആയിട്ട് ഇത് അഭിനവ് എന്ന് പറയണം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഇമേജ് കാണിക്കുകയാണ്. ഇത് കാണിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയണം ഇതെന്താ പറയുക അഭിനവേ? യെസ്റ്റർഡേ ഒരു സമയം കൂടി ആഡ് ചെയ്യല്ലേ? സമയം പറയാം. യെസ്റ്റർഡേ ഐ ഹെഡഡ് ടു ദ SBI ബാങ്ക്. ഓക്കെ. രണ്ടാമത് എന്താണ്? വേർ ഐ മെറ്റ് മൈ ഫ്രണ്ട്. അവിടെ വെച്ച് വേർ. ഓക്കെ. അടുത്തതോ? We headed to the coffee shop together. Okay, we headed to the coffee shop together. പിന്നെ എന്താ സംഭവിച്ചേ? We had coffee, right? Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഓർഡറിൽ വന്നില്ലേ? ഇനി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കോഫിയൊക്കെ കഴിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടി പറയണം. പറഞ്ഞാൽ മാത്രമേ ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. അല്ലെ ജസ്റ്റ് ഇങ്ങനെ കേട്ടു പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, ഞങ്ങളുടെ കൂടെ തന്നെ പറയണം കേട്ടോ. പറഞ്ഞാലാണ് ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അത് മറന്നു പോകരുത്. ഓക്കെ അജയ്, അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ കോഫി കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തായിരിക്കും പിന്നെ അടുത്തായിട്ട് ചെയ്യാം? പൈസ കൊടുക്കണം. പൈസ കൊടുക്കാതെ പോയാൽ അവിടെ പിടിച്ചു വെക്കും അല്ലേ? പൈസ കൊടുക്കണം.
അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അഭിഷേക് എന്താ ചെയ്യുന്നത്? പേ ചെയ്യുന്നതാണ്. പേ ചെയ്യണം അല്ലേ? ബില്ല് പേ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഇമേജ് കണ്ടാൽ നിങ്ങൾ ഉടനെ എന്ത് വേണം? ഐ പേ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. പെയ്ഡ് എന്ന് വേണം. നിങ്ങൾ ആ കാർഡിൽ നിന്ന് ഒന്ന് തിരിച്ചിട്ട കാർഡ്. പേ എന്ന് പറഞ്ഞാൽ പണം അടയ്ക്കുക, പെയ്ഡ് എന്ന് പറഞ്ഞാലോ പണം അടച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ ബില്ല് പേ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ എന്തെങ്കിലും പറയും? ഐ പെയ്ഡ് ദ ബിൽ. ഐ പെയ്ഡ് ദ ബിൽ എന്ന് വേണം അല്ലേ? ഐ പേ ദ ബിൽ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, ഐ പെയ്ഡ് ദ ബിൽ എന്ന് തന്നെ പറയണം അല്ലേ? ഇനി ഞാൻ ഈ ഇമേജിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയണം, ഞാൻ ഈ കാണുന്ന ഇമേജ് വെച്ചുകൊണ്ട് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇമേജിൽ എങ്ങനെയായിരിക്കും പറയുക? നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുക, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഇന്നലെ പോയി എന്നുള്ള അർത്ഥത്തിലാണ് പറയേണ്ടത്. അപ്പോൾ അഭിഷേക് എങ്ങനെ പറയും? Yesterday I headed to the railway station. Yesterday I headed to the railway station. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, അപ്പോൾ അവിടെ വെച്ചിട്ട് ആരെയാണ് കാണുന്നത്? നോക്കിയേ, നേരത്തെ കണ്ടതാണോ? അല്ല, അവിടെ വെച്ച് ഒരു അങ്കിളിനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് പറയാം? ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് ഗ്യാപ്പ് തരുന്നത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയാം. ഇനി ജസ്റ്റ് ഒന്ന് അഭിഷേക് പറഞ്ഞു നോക്കിയേ. Where I met my uncle. Where I met my uncle. അവിടെ വെച്ച് എൻ്റെ അങ്കിളിനെ കണ്ടു അല്ലേ? ഇനി അതല്ല, അപ്രതീക്ഷിതമായി കണ്ടു എന്നാണെങ്കിൽ I ran into my uncle എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ അതിനുശേഷം ഇതാ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഇമേജിലുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടെ നടക്കുന്ന കാര്യം. ഇവിടെ എന്താ നടക്കുന്നത്? ജ്യൂസ് കുടിക്കുക. അപ്പോൾ ആ ജ്യൂസ് കുടിക്കുക എന്നുള്ള സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ടത് അല്ലേ? അല്ലാതെ ഈ വ്യക്തികളെ അല്ല കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്കിളിനെ കണ്ടതിന് ശേഷം എന്താ ചെയ്തേ? ജ്യൂസ് കുടിക്കാൻ. ജ്യൂസ് കുടിച്ചു. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? We had juice together. We had juice together, right? ഓക്കെ, ഇനി അത് ജ്യൂസിന് പകരം ഇത് ഇവിടെ എന്താ കാണുന്നത്? സ്നാക്സ് കാണുന്നുണ്ട്. സ്നാക്സ് ആണ്. സ്നാക്സിൽ പ്രത്യേകിച്ച് സാൻഡ്വിച്ചസ് ആണ് കാണുന്നത് അല്ലേ? സാൻഡ്വിച്ചസ്. അപ്പോൾ എങ്ങനെ പറയും? We had sandwiches together. We had sandwiches together. ഓക്കെ, ഇനി ഇത് കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് പറയാം, ഇതെന്താണ് ചെയ്യുന്നത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയാം. ഉണ്ടോ, എന്താ അഭിഷേക് ചെയ്യുന്നത്? ബില്ല് പേ ചെയ്യണം. ബില്ല് പേ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊന്ന് പറയാം. അപ്പോൾ എങ്ങനെ പറയാം അഭിനവേ? I paid the bill. I paid the bill അല്ലേ? Yes. ഓക്കെ, paid the bill. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കത് 1 by 1 ആയിട്ട് കിട്ടിയില്ലേ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. റൈറ്റ്? കണ്ടോ, ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? ബുക്ക് സ്റ്റോറിലേക്ക്. അപ്പോൾ പിന്നീട് ഞങ്ങൾ ബുക്ക് സ്റ്റോറിലേക്ക് പോയി. അങ്ങനെ പറയില്ലേ? നമ്മൾ ചായ കഴിച്ചു, പിന്നെ അവിടെ നിന്ന് സ്നാക്സ് കഴിച്ചു, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബുക്ക് സ്റ്റോറിലേക്ക് പോയി. അപ്പോൾ പിന്നീട് എന്നുള്ളതിന് ലേറ്റർ, LATER, ലേറ്റർ. അപ്പോൾ ലേറ്റർ എന്ന് വേണ്ട, ലേറ്റർ. ഓക്കെ, അപ്പോൾ പിന്നീട് എന്നുള്ള അർത്ഥത്തിലാണ് ലേറ്റർ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നീട് തന്നെ പറയാതെ പിന്നീട്, അതിനുശേഷം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അത് കഴിഞ്ഞ ശേഷം എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ലേറ്റർ, ആഫ്റ്റർ ദാറ്റ്, അത് കഴിഞ്ഞ ശേഷം, ദെൻ, ഇങ്ങനെയൊക്കെ മാറി മാറി ഉപയോഗിക്കാം. അപ്പോൾ പിന്നീട് നമ്മൾ എങ്ങോട്ടാണ് പോയത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. പിന്നീട് എങ്ങോട്ടാണ് പോയത്? ബുക്ക് സ്റ്റോറിലേക്ക്. ബുക്ക് സ്റ്റോറിൽ. അപ്പോൾ അജയ് എങ്ങനെ പറയും? We headed to the bookstore. അപ്പോൾ അവിടെ ലേറ്റർ ഉപയോഗിക്കണം. Later, we headed to the bookstore. യെസ്, വെരി ഗുഡ്. ലേറ്റർ വി ഹെഡഡ് ടു ദ ബുക്ക് സ്റ്റോർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ബുക്ക് സ്റ്റോറിലെത്തി. ബുക്ക് സ്റ്റോറിൽ നിന്ന് എന്താ കാണുന്നത് അഭിനവേ? ഒരു ഡിക്ഷണറി തോന്നുന്നു വാങ്ങിയിട്ടുണ്ട്. അതെ, ഡിക്ഷണറിയാണ്. ഇംഗ്ലീഷ് ഡിക്ഷണറി. ശരിക്കും ഡിക്ഷണറി എന്നല്ല ശരിക്കും പറയേണ്ടത്, ഡിക്ഷണറി. ഡിക്ഷൻ നോക്കാനുള്ള സംഭവമാണ് ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ഡിക്ഷണറി. അപ്പോൾ ഇവിടെ നോക്കി, അവിടെ നിന്നും വാങ്ങി എന്ന് പറയുന്ന സമയത്ത് എന്ത് വേണം? വെയർ. വെരി ഗുഡ്. അജയ് എങ്ങനെ പറയും? വെയർ. അപ്പോൾ വാങ്ങുക എന്നുള്ളതിന് ബൈ എന്നാണ് പറയുക അല്ലേ? ആ കാർഡൊന്ന് തിരിച്ച് കാണിച്ചേ. വാങ്ങുക എന്നതിന് ബൈ എന്നാണ് പറയുക. വാങ്ങി എന്നുള്ളതിന് എന്ത് പറയും? ബോട്ട് എന്ന് വേണം പറയാൻ അല്ലേ? അപ്പോൾ ഐ ബോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി എന്നാണ്. ഐ ബൈ എന്നല്ല പറയണ്ടേ, ഐ ബോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വാങ്ങിച്ചത്? ഡിക്ഷണറി. അപ്പോൾ ഈ ഇമേജ് നോക്കുമ്പോൾ എങ്ങനെയാ പറയാ അഭിഷേക്? ഡിക്ഷണറി വാങ്ങി. അപ്പോൾ ഐ ബോട്ട് ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇംഗ്ലീഷ് ഡിക്ഷണറി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ വാങ്ങി എന്നുള്ളത് വെയർ ഐ ബോട്ട് ഇംഗ്ലീഷ് ഡിക്ഷണറി. ഓക്കെ, ഇവിടെ കുറച്ചുകൂടി ക്ലിയർ ആയി പറയാണ്, വെയർ ഐ ബോട്ട് ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി. ആൻ ഉപയോഗിക്കുന്നത് ആ ഒരു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. വെയർ ഐ ബോട്ട് ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി. അപ്പോൾ നമ്മൾ ഡിക്ഷണറി നമ്മൾ പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ആയിരിക്കും വരിക. കുഴപ്പമില്ല, ശരിക്കും പറയേണ്ടത് ഡിക്ഷണറി. ഓക്കെ, ഈ 3 ഇമേജസ് ഒന്ന് അജയ് പറയാൻ കേട്ടോ. ബില്ലടിച്ചതിന് ശേഷം I paid the bill. Later, we went to the bookstore. ആണോ? We headed to the bookstore. അതാണ് വെന്റ്. നമ്മൾ മുമ്പ് പഠിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കും വരിക. കാരണം ഇത് 1 by 1 ആയിട്ട് നടക്കുന്ന കാര്യമാണ്. വെന്റ് അല്ല നല്ലത്. ഇപ്പോൾ വെന്റ് ദ ബുക്ക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ അതോട് കഴിഞ്ഞ ആ സംഭവം പോയി, അവരൊന്നും തീർന്നില്ല. ഇത് ഇങ്ങനെ 1 by 1 ആയിട്ട് നടക്കുന്ന കാര്യം. അപ്പോൾ എങ്ങനെ പറയും? We headed to the bookstore.
Where I bought an English dictionary. ഇവിടെ എ അല്ല ആൻ. വെർ ഐ ബോട്ട് ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി. Where I bought an English dictionary. റൈറ്റ്. ഓക്കെ, അവിടെ നിന്ന് ഞങ്ങളൊരു ഇംഗ്ലീഷ് ഡിക്ഷണറി വാങ്ങിച്ചു. Okay. ഓക്കെ, യെസ്. അപ്പോൾ ബുക്ക് വാങ്ങിയതിന് ശേഷം പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അവന് വേണമെന്നുണ്ടോ? കാണുന്നു സാർ. ഓക്കെ, അപ്പോൾ എങ്ങോട്ടാണ് പോയത് ബുക്ക് വാങ്ങിയതിന് ശേഷം? ഷോപ്പിംഗ് മാളിലേക്ക് അവർ പോയത്. അപ്പോൾ ഇതെങ്ങനെ പറയും? വി ഹെഡഡ് ടു ദ ഷോപ്പിംഗ് മാൾ. അപ്പോൾ അങ്ങനെ ചെറിയൊരു കാര്യം കൂടി ചേർക്കണം. നമ്മൾ ഈ ബുക്ക് വാങ്ങിയതിന് ശേഷം, ഓക്കെ, ആഫ്റ്റർ ദാറ്റ്. നേരത്തെ നമ്മൾ ലേറ്റർ എന്ന് പറഞ്ഞു, പിന്നെ ദെൻ എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം. ആഫ്റ്റർ ദാറ്റ് ഒന്നുമില്ല, അതിനുശേഷം എങ്ങോട്ട് പോയി? ഷോപ്പിംഗ് മാളിലേക്ക്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് വി ഹെഡഡ് ടു ദ ഷോപ്പിംഗ് മാൾ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ഹെഡഡ് ടു ദ ഷോപ്പിംഗ് മാൾ. ഓക്കെ, അടുത്ത ഇമേജ് കാണുമ്പോൾ എന്താ സംഭവിച്ചു? ഇവിടെ അവിടെ ഒരു സാരി നോക്കുക. സാരി വാങ്ങാണ് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ സാരി വാങ്ങി എന്നുള്ളതാണ്. വാങ്ങി എന്നുള്ളത് എന്താ അഭിഷേക് പറയാ? ബോട്ട്. ശരിക്കും ബോട്ട് എന്ന് പറയരുത്, ബോട്ട്. അപ്പോൾ എങ്ങനെ പറയും? where we bought sari. Yes, where we bought a sari. അല്ലെങ്കിൽ ഞാനാ വാങ്ങിച്ചെന്ന് പറഞ്ഞാണെങ്കിൽ where I bought a sari. ഓക്കെ, എങ്ങനെ പറയും? Where I bought a sari. അപ്പോൾ ഷോപ്പിംഗ് മാളിലേക്ക് പോയി എന്നുള്ളതിന് We headed to the shopping mall. And after that we bought a sari. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ദാറ്റ് അതിന് മുമ്പ് പറഞ്ഞാൽ മതി. നമ്മൾ ബുക്ക് സ്റ്റോറിൽ പോയല്ലോ. Okay. ശേഷം Yes. പോയതിനു ശേഷം. ശേഷം എന്നുള്ള രീതിയിൽ. After that we headed to the shopping mall. where I bought a sari. Where I bought a sari അല്ലെങ്കിൽ where we bought a sari. Where we bought a sari. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. റൈറ്റ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നറിയാം? ഫ്രണ്ട് വേറെ സ്ഥലത്ത് പോയി. എവിടെ പോയി? മെഡിക്കൽ ഷോപ്പ് അല്ലേ? മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഫാർമസി എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ? നമ്മളിവിടെ നാട്ടിൽ അധികം മെഡിക്കൽ ഷോപ്പ് എന്ന് പറയാറുണ്ട്. ശരിക്കും ഫാർമസി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഫാർമസിയിലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? മരുന്ന് വാങ്ങി. മരുന്ന് വാങ്ങി. യെസ്. അപ്പോൾ ആ സമയത്ത് അറ്റ് ദാറ്റ് ടൈം എൻ്റെ സുഹൃത്ത് ഫാർമസിയിൽ പോയി. My friend headed to the pharmacy and bought some medicine. വാങ്ങി എന്നുള്ള അർത്ഥത്തിൽ. And bought some medicine. യെസ്. അപ്പോൾ ഈ സാരി വാങ്ങുന്ന സമയത്ത് ആ സമയത്ത് എന്നുള്ള എന്ത് പറയും? At that time my friend headed to the pharmacy and bought some medicine. Okay. At that time my friend headed to the pharmacy and bought some medicine. Bought some medicine. Right? Okay, ഈ ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയും ഐഡിയകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് ഒന്ന് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നിങ്ങളാണത് പറയേണ്ടത്. ഞാൻ ജസ്റ്റ് ഇമേജ് കാണിക്കും. ആ ഇമേജ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഞാൻ തരും. ആ സമയത്ത് നിങ്ങളത് പെട്ടെന്ന് പറയണം. അതിനുശേഷം ഇവരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. ഓക്കെ, ഒരു ടൈം ആഡ് ചെയ്തിട്ടല്ലേ പറയണ്ടേ? ജസ്റ്റ് കേട്ടോ. ഓക്കെ, ഇത് ഫസ്റ്റത്തെ ഇമേജ് കാണുമ്പോൾ എന്താണ് പറയുക? Yesterday I headed to the SBI bank. ഓക്കെ, അടുത്ത ഇമേജ് കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയാം. അതിനുശേഷം അഭിഷേക് ഒരു സെക്കൻഡ് കേട്ടോ. അഭിഷേക്, ഇത് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള ടൈമാണ്. ഓക്കെ, ഇനി അഭിഷേകിന് പറയാം. Where I met my friend. ഓക്കെ, അടുത്ത ഇമേജ് കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്താ പറയുക? പെട്ടെന്ന് പറയൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്കുള്ള ഗ്യാപ്പാണ്. യെസ്, ഇനി അഭിഷേക് പറയൂ. We headed to the coffee shop. യെസ്, അടുത്ത അജയ് പറയാം കേട്ടോ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ പറയാം ആദ്യം. ഓക്കെ, ഇനി അജയ്ക്ക് പറയാം. We had coffee together. അടുത്ത ഇമേജ് നോക്കുക. നമ്മുടെ ഓഡിയൻസ് ആണ് പറയേണ്ടത്. അഭിനവ് ഒന്ന് പറയൂ. I paid the bill. റൈറ്റ്. അടുത്ത ഇമേജ് നോക്കുക. നമ്മുടെ സുഹൃത്തുക്കളൊന്ന് പറയാം. യെസ്, അഭിഷേക് പറയൂ. We headed to the bookstore. അപ്പോൾ അവിടെ ചെറിയൊരു കാര്യം ചേർക്കണം. എന്താ വേണ്ട അജയ്? Later. പിന്നീട് അല്ലേ? പിന്നീട് എങ്ങോട്ടാണ് പോയത്? Later we headed to the bookstore. Later we headed to the bookstore. Right. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ ഓഡിയൻസ് പറയൂ. ഇത് കാണുമ്പോൾ എന്താ നിങ്ങൾ പറയാ? എന്തായിരിക്കും അഭിഷേക് പറയണ്ടേ? Where I bought a English dictionary. English dictionary. Where I bought അല്ലെങ്കിൽ ഐക്ക് വരാൻ രണ്ടാളും കൂടെ വാങ്ങിയുള്ള അർത്ഥത്തിലാണെങ്കിൽ we. Where we bought an English dictionary. ഓക്കെ, ഒന്ന് പറഞ്ഞേ. And we bought Where we bought an English dictionary. Very good. ഓക്കെ, അടുത്ത ഇത് കാണുന്ന സമയത്ത് എന്തായിരിക്കും പറയുക? നമ്മുടെ ഓഡിയൻസ് പറയാം. അജയ് പറയണം കേട്ടോ. എന്താ പറയാ അജയ്? ഷോപ്പിംഗ് മാളിലേക്ക് പോയതല്ലേ? അപ്പോൾ എങ്ങനെ പറയും? Then we headed to the shopping mall. then വിട്ടുപോരുത്. Then we headed to the shopping mall. Then അല്ലെങ്കിൽ later അല്ലെങ്കിൽ after that. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം എന്താണ് നടന്നത്? നമ്മൾ ഓഡിയൻസ് പറയാം. ഓക്കെ, പറയൂ അജയ്. Where I bought a sari. ഓക്കെ, യെസ്, അഭിനവ് പറയണേ. നമ്മൾ ഓഡിയൻസ് എന്ന് പറയാം. അതിനുശേഷം അഭിനവന് പറയാം. പറയൂ അഭിനവേ. After that I headed to the pharmacy
and bought some medicine. യെസ്, ആഫ്റ്റർ ദാറ്റ് ഐ ഹെഡഡ് ടു ദ ഫാർമസി And bought some medicine. ആൻഡ് ബോട്ട് സം മെഡിസിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? Yes. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? Yes, sir. അജയ് Yes. ഓക്കെ അല്ലേ? അഭിഷേക് ഓക്കെ അല്ലേ? Okay. യെസ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കി എത്ര സെൻറ്റൻസുകളാണ് നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞത് നോക്കി. എനിക്ക് തോന്നുന്നു ഏകദേശം പകുതിയോളം cover ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം അതിൻ്റെ പകുതിയോളം വന്നിട്ടുണ്ട് അല്ലേ? Yes. ഇനി നമുക്ക് പുതിയതായിട്ട് ഒന്നുകൂടി അവിടെ നിൽക്കുന്നില്ല, വീണ്ടും നമുക്കത് തുടരുകയാണ്. അടുത്ത ഇമേജ് ഞാൻ കാണിച്ചു തരാം. ഈ ഇമേജ് കാണുമ്പോൾ ആദ്യം നമ്മുടെ ഓഡിയൻസ് പറയട്ടെ, നിങ്ങൾക്കിത് പറയാൻ പറ്റും. എങ്ങോട്ടത് അഭിഷേക പോകുന്നവർ? ബീച്ചിലേക്കാണ് പോകുന്നത്. ആ, അപ്പോൾ എങ്ങനെ പറയും? We headed to the beach. We headed to the beach. Very good. We headed to the Beach. beach. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവരൊരു ആളെ കാണുന്നുണ്ട് അല്ലേ? ഇവരാരെയാണ് കാണുന്നത്? പട്ടം വെക്കുന്ന ആളെ. പട്ടം വെക്കുന്ന ആളെ കാണുകയാണ് അല്ലേ? ഓക്കെ, ഇവിടെ ഒരാളെ കാണുക എന്ന അർത്ഥത്തിലാണ് അല്ലേ? കാണുക. കാണുക എന്നുള്ളതിന് നമ്മൾ സി എന്ന് പറയും. See. എന്നാൽ എന്താ പറയുക, നമ്മളിപ്പോൾ കണ്ടു എന്ന് പറയണമെങ്കിൽ സോ എന്നാണ് പറയുക. So. SAW സോ. So. സി എന്ന് പറഞ്ഞാൽ കാണുക, So. കണ്ടു. ഈ കാർഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ, സി എന്ന് പറഞ്ഞാൽ കാണുക, SAW സോ എന്ന് പറഞ്ഞാൽ കണ്ടു. അപ്പം ഞാൻ കണ്ടു എന്ന് എങ്ങനെ പറയാ ജയ്? I saw. ഐ സോ അല്ലേ? Yeah. ഐ സോ എന്നാണ് പറയേണ്ടത്. ഐ സി എന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല, ഐ സോ എന്നാണ് പറയേണ്ടത്. കണ്ടു. അപ്പോൾ ഇവിടെ ആരെയാണ് കണ്ടത്? പട്ടം വിൽപ്പനക്കാരനെയാണ് കണ്ടത്. അതെ. അപ്പോൾ കണ്ടു എന്ന് പറയാൻ ഐ സോ, പട്ടത്തിന് കൈറ്റ് എന്ന് പറയും അല്ലേ? അതെ. കൈറ്റ്. Kite. അപ്പോൾ കൈറ്റ് സെല്ലറാണ്. Kites. പട്ടം പട്ടം വിൽക്കുന്ന വിൽപ്പനക്കാരൻ. ആള്. Kite അപ്പോൾ seller. ഐ സോ എ കൈറ്റ് സെല്ലർ എന്നാണ് പറയേണ്ടത്. എങ്ങനെ പറയും? ഞാനൊരു പട്ടം വിൽപ്പനക്കാരനെ കണ്ടു. ആ ആ, അപ്പോൾ ഞങ്ങൾ നാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി? വി. ഐക്ക് വരെ എന്ത് ചെയ്താൽ മതി? We are. വി. അപ്പോൾ എങ്ങനെ പറയും? Where we saw a kite seller. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം വേറും കൂടി വരണം, അവിടെ വെച്ച് നമ്മൾ കണ്ടു എന്നാണല്ലോ. Okay. അപ്പോൾ എങ്ങനെ പറയാ ജയ്? Where we saw a kite seller. വേർ വി സോ എ കൈറ്റ് സെല്ലർ. അവിടെ വെച്ച് ഞങ്ങളൊരു പട്ടം പട്ടം വിൽപ്പനക്കാരനെ കണ്ടു. വിൽപ്പനക്കാരനെ കണ്ടു. വേർ വി സോ എ കൈറ്റ് സെല്ലർ. ഓക്കെ, അപ്പോൾ പട്ടം വിൽപ്പനക്കാരനെ കണ്ടു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണ് അഭിഷേക് ചെയ്യുന്നത് ഇവിടെ? പട്ടം മേടിച്ചാണ്. ആ, പട്ടം മേടിച്ചു, വാങ്ങി അല്ലേ? അപ്പോൾ വാങ്ങി എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ബോട്ട്. ബോട്ട് അല്ലേ? അപ്പോൾ ഞങ്ങൾ പട്ടം വാങ്ങി എങ്ങനെ പറയും? Where we bought a ആ. kite. ആ, അപ്പോൾ നേരത്തെ വേറെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അവിടെ ഞങ്ങൾ അവിടെ വെച്ച് ഒരു പട്ടം വിൽപ്പനക്കാരനെ കണ്ടു എന്നുള്ളതിന് വേർ വി സോ എ കൈറ്റ് സെല്ലർ എന്ന് പറഞ്ഞതുകൊണ്ട് Okay. ആൻഡ് വി ബോട്ട് And we bought ആ. a kite. എ കൈറ്റ്, എ ബ്യൂട്ടിഫുൾ കൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി കൈറ്റ് അല്ലേ? Yep. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം വേർ വി സോ എ കൈറ്റ് സെല്ലർ ആൻഡ് And we bought a beautiful kite. യെസ് ആൻഡ് വി ബോട്ട് എ ബ്യൂട്ടിഫുൾ കൈറ്റ്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? Yes, sir. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒരു സംശയമുണ്ട്. ആ. നമ്മളെ ഫ്രണ്ടിനെ കണ്ടപ്പം ആ. ഐ മെറ്റ് എന്ന് പറഞ്ഞല്ലോ. ആ, ആളുകൾ തമ്മിൽ കണ്ടുമുട്ടിയേനെ ആ. മെറ്റ്. നമ്മൾ കൈറ്റ് സെല്ലറെ കണ്ടപ്പം സോ എന്ന് പറഞ്ഞല്ലേ. കൈറ്റ് സെല്ലർ കണ്ട സമയത്ത് സോ എന്ന് So പറഞ്ഞു. അല്ലേ യെസ് ചെയ്തത്? യെസ് യെസ്. അപ്പൊ എന്താ വ്യത്യാസം? ആ, രണ്ട് നാളും കാണുക എന്നുള്ളതിന് മീറ്റും സോയും ഉപയോഗിച്ചുള്ള വ്യത്യാസം. വെരി ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് നമ്മൾ ആളുകൾ തമ്മിൽ കാണുന്നതിനും കണ്ടുമുട്ടുന്നതിനും കണ്ടുമുട്ടി സംസാരിക്കുന്നതിനൊക്കെ നമ്മൾ മീറ്റ് എന്ന് പറയാം. നമ്മൾ മീറ്റിംഗ് എന്നല്ല പറയാ. സീയിങ് എന്നോ സോയിങ് എന്ന് പറയാറുണ്ടോ? ഇല്ല, നമ്മൾ മീറ്റിംഗ് എന്ന് പറയാം. അതേസമയം ഇപ്പോൾ ആളുകൾ തമ്മിൽ കാണുന്നതിന് നമുക്ക് സോ വേണേൽ ഉപയോഗിക്കും. എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ അഭിഷേക് ജസ്റ്റ് ഇങ്ങനെ നടന്നു പോവുക, അല്ല അഭിനവ് നടന്നു പോവുക. അപ്പോൾ അഭിഷേക് ഇങ്ങനെ കണ്ടു. അപ്പോൾ അഭിഷേക് കണ്ടാ അഭിനവ് അതിലെ നടന്നു പോകുന്നുണ്ടല്ലോ, പക്ഷേ അഭിഷേക് വണ്ടി ഓടിച്ച് പോവാ. Okay. അപ്പോൾ പെട്ടെന്ന് അർജന്റായിട്ട് പോകുന്നുണ്ട്, എന്ത് ചെയ്തു? അഭിഷേക് അഭിനവിനെ പോയിട്ട് സംസാരിച്ചിട്ടില്ല. ഉം. അപ്പോൾ അവിടെ വേണമെങ്കിൽ അപ്പോൾ വീട്ടിലെത്തി ചോദിച്ചു, എടാ നീ അഭിനവിനെ കണ്ടായിരുന്നു? ആ, അഭിനവിനെ ഞാൻ അവിടെ വഴിയിൽ വെച്ച് ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിഷേകിന് എന്ത് പറയാം? ഐ സോ മൈ ഫ്രണ്ട് മിസ്റ്റർ അഭിനവ്. ഐ സോ മൈ ഫ്രണ്ട് അഭിനവ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് കണ്ടുപോയാൽ. കണ്ടു എന്നർത്ഥത്തിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്ത് കാണും? ഇപ്പോൾ ഒരു എലിഫന്റ് അതിൽ നിന്ന് പോകുന്നുണ്ട്, ഒരു എലിഫന്റിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഐ സോ ആൻ എലിഫന്റ് എന്ന് പറയാം. ആ, അപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിച്ച് മീറ്റ് ചെയ്ത് പറയുന്നില്ലാത്ത അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കൈറ്റ് സെല്ലർ അവിടെ ഇരുന്ന് ഇങ്ങനെ കൈറ്റ് സെല്ല് ചെയ്യുന്ന ദൂരെ നിന്ന് ഇവർ കാണുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്ത് പറഞ്ഞത്? ഐ സോ എ കൈറ്റ് സെല്ലർ. കണ്ടോണ്ടില്ല. ആ, അതെ, ഇത് അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അവിടെ ഒരാൾ ഇങ്ങനെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ. ആ, അതേസമയം പെട്ടെന്ന് ഒരാളെ നിങ്ങൾ കാണുകയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അജയ് ഇപ്പം നടന്നിങ്ങനെ പോകുന്ന സമയത്ത് അഭിഷേകിനെ പെട്ടെന്നൊരു മാളിൽ വെച്ച് കണ്ടു. അപ്പോൾ അവിടെ ഐ റാൻ ഇൻ ടു മൈ ഫ്രണ്ട് അഭിഷേക്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടോണ്ട്. ആ, അപ്രതീക്ഷിതമായി കാണുന്നതിന് അവിടെ റാൻ ഇൻ ടു വേണം ഉപയോഗിക്കാം. അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? അപ്രതീക്ഷിതമായി കാണുന്നതിന് റാൻ ഇൻ ടു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അതേസമയം നമുക്ക് അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് മീറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. മെറ്റ് കണ്ടുമുട്ടി സംസാരിക്കുന്ന സമയത്ത്. അല്ലാതെ ജസ്റ്റ് കാണുകയാണെങ്കിൽ സോ മതി, ഐ സോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കൈറ്റ് വാങ്ങി അല്ലേ, ഒരു പട്ടം വാങ്ങി. പട്ടം വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യത്? പട്ടം പറപ്പിക്കണല്ലോ അല്ലേ? പട്ടം പറപ്പിക്കാനാണല്ലോ വാങ്ങുന്നേ. ഓക്കെ, അപ്പോൾ പറപ്പിക്കുക, പറപ്പിക്കുക എന്നുള്ളതിന് എന്താ പറയുക? ഒന്ന് ആ കാർഡൊന്ന് തിരിച്ചു വെച്ച അജയ് എന്ത് പറയും?
ഫ്ലൈ എന്നാണ് പറയുക അല്ലേ? പറക്കുക എന്നുള്ളതിന് ഫ്ലൈ എന്ന് പറയും, പറപ്പിക്കുക എന്നുള്ളതിന് ഫ്ലൈ എന്ന് പറഞ്ഞാൽ മതി. പറപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഫ്ലൂ എന്ന് വേണം. FLEW, ഫ്ലൂ. ആ, പലർക്കും ഫ്ലൈ അറിയാം, ചിലപ്പോൾ ഫ്ലൂ അറിയണമെന്നില്ല. അപ്പൊ എങ്ങനെ പറയും അഭിഷേക്? ഫ്ലൂ. ഓക്കെ, അപ്പൊ ഞാൻ പട്ടം പറത്തിയെന്ന് എങ്ങനെ പറയും? I flew the kite. ആ, ഫ്ലൂ ആയി പോരുത്. I flew the kite. ആ, ഐ ഫ്ലൂ. ആ, ഫ്ലൂ എന്നാകുമ്പോൾ നമുക്ക് എന്തായി മാറി? ആ, പകർച്ചവ്യാധി ഫ്ലൂ ആയി അല്ലേ? ഫ്ലൂ ആയി മാറി അല്ലേ? ആ, ഫ്ലൂ. ഓക്കെ, ജലദോഷത്തിനൊക്കെ നമ്മൾ പറയില്ല ഫ്ലൂ. അപ്പോൾ I flew the kite. അതിന്റെ അർത്ഥം എന്താ? I flew the kite. ഞാൻ ഇപ്പൊ ഞാൻ ഒരാൾ മാത്രമാണ് അവിടെ വരുത്തുന്നത് ആണോ? രണ്ടാളും കൂടി. അപ്പൊ എങ്ങനെ പറയാ അജയ് എന്ന് പറഞ്ഞേ? We flew the kite. We flew the kites. അല്ല, kites എന്ന് പറഞ്ഞാൽ kite. We flew the kite. അപ്പൊ ഞങ്ങള് പട്ടം പറത്തി. ഞങ്ങൾ പട്ടം പറത്തി. We flew the kite. യെസ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചു, അപ്പൊ പട്ടം പറത്തി അല്ലേ? ഈ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഇവര് എന്ത് കണ്ടു? ഐസ്ക്രീം വിൽക്കുന്ന ആളെ കണ്ടു. ഐസ്ക്രീം വിൽക്കുന്ന ആളെ കണ്ടു അല്ലേ? ഐസ്ക്രീം സെല്ലറിനെ കണ്ടു. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നതിന് അറ്റ് ദാറ്റ് ടൈം എന്നാണ് പറയേണ്ടത്. എങ്ങനെയാ അഭിനവ് എന്ന് പറഞ്ഞേ? അറ്റ് ദാറ്റ് ടൈം ഞങ്ങൾ ആരെയാ കണ്ടത്? ഒരു ഐസ്ക്രീം വിൽപ്പനക്കാരനെ. ആ, അപ്പൊ കണ്ടു എന്നുള്ളതിന് എന്ത് പറയണം? സോ. ആ, അപ്പൊ എങ്ങനെ പറയും? At that time we saw an ice cream seller. At that time we saw an ice cream seller. ഇവിടെ at that time we met an ice cream seller എന്ന് പറയോ അഭിഷേകേ? അല്ലല്ലോ, നമ്മള് കണ്ട് പെട്ടെന്ന് കണ്ട ഒരാളല്ലേ? കണ്ട ഒരാളാണ് അല്ലേ? അപ്പോൾ ദൂരെ വെച്ച് നമ്മൾ ഒരാളെ കാണുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും നല്ലതാ സോ. അപ്പോൾ സോ ആണ്. അപ്പോൾ at that time we saw an ice cream seller. Yes. At that time we saw an ice cream seller. Right. Okay. അപ്പോൾ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്ന സമയത്ത് at that time we saw an ice cream seller. Yes. അപ്പോൾ ഐസ്ക്രീം സെല്ലറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അജയ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയേ? ഐസ്ക്രീം വാങ്ങി. അപ്പോൾ എങ്ങനെ പറയും? We bought 2 ice creams. യെസ്. എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്? 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 2 ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ we bought 2 ice creams. 2 ഐസ്ക്രീംസ്. 2 ഐസ്ക്രീം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊന്ന് ഓർഡറിൽ പറഞ്ഞേ. ഫസ്റ്റ് നമ്മൾ ഓഡിയൻസ് ഒന്ന് പറയാം. ആദ്യം എന്താ സംഭവിക്കുന്നത്? ആ, അപ്പോൾ ഫസ്റ്റ് ആ സെൻറ്റൻസ് ഒന്ന് പറയൂ. നമ്മൾ ഓഡിയൻസിന് ഒരു സമയം നൽകിയിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് പറയാം. ഞാൻ ചെയ്ത് പറയും. We flew the kite. We flew the kites. At that time we saw an ice cream seller. Right. നീ അഭിനവ് പറയൂ. We bought 2 ice creams. We bought 2 ice creams. അപ്പോൾ ഇവിടെ വേറെ വേണേ ഉപയോഗിക്കാം. Where we bought 2 ice creams. അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു? 2 ഐസ്ക്രീം വാങ്ങിച്ചു. Where we bought an ice cream, 2 ice creams. പിന്നെ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ? കഴിച്ചു. ഈ ഐസ്ക്രീം കഴിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈറ്റ് എന്നും പറയാം, ഹാഡ് എന്നും പറയാം. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നാണ്, കഴിച്ചു എന്ന് പറഞ്ഞാൽ 8 ആണ്. ആ, ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്താ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അജയ്? ഹാഡ് ആണ്. കഴിച്ചു എന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത്? ഹാഡ് എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ പറയും? We had the ice cream. We had ice creams. We had ice creams. Yes, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചു എന്നാണ് എങ്ങനെ പറയും അഭിഷേക്? We had ice creams together. Yes, we had ice creams together. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഇവിടെ ഐസ്ക്രീം കഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? We had ice cream. അപ്പോൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അതിനുശേഷം നോക്കിയേ, ഇവർ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നത്? ബീച്ചിൽ ഇരിക്കുകയാണ്. മണലിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ മണലിൽ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മണലിലിരുന്നു എന്നിങ്ങനെ പറയണമെങ്കിൽ എന്ത് പറയും? ഞങ്ങൾ ഇരുന്നു എന്ന് പറയുന്നതിന് സിറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇരിക്കുക എന്നാണ് സിറ്റ്, ഇരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ സാറ്റ് എന്നാണ് പറയേണ്ടത്. ആ കാർഡൊന്ന് മാറ്റി വെച്ചേ. ഉണ്ടോ? സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഇരുന്നു എന്ന് എങ്ങനെ പറയാം അഭിഷേക്? ഐ സാറ്റ് എന്നാണ് പറയുക. അപ്പോൾ എവിടെ ഇരുന്നത്? മണലില്ല. എവിടെ ഇരുന്നത്? മണലിലാണ് അല്ലേ? അപ്പോൾ വി സാറ്റ് ഓൺ ദ സാൻഡ്. ഞങ്ങൾ മണലിലിരുന്നു. വി സാറ്റ് ഓൺ ദ സാൻഡ്. സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറയാണ് കേട്ടോ. അതേസമയം ബീച്ചിലിരുന്നു എന്നാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കോമണി പറയാം. ഇവിടെ ഇപ്പോൾ വി സാറ്റ് ഓൺ ദ സാൻഡ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ പല ആളുകളും ചിലപ്പോൾ ഓണ് എവിടെയാണ് വേണ്ടത്, ഇന്ന എവിടെയാണ് വേണ്ടത്, ഇതാ എവിടെയാണ് വേണ്ടത് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരും. അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് ഓരോന്നായി നമ്മൾ 1 by 1 ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാൻ പറ്റും. ഇതൊന്നും നമ്മൾ ഗ്രാമറായിട്ട് എഴുതി പഠിക്കാനല്ല ചെയ്യേണ്ടത്. ഇതേപോലെ വിഷ്വലായിട്ട് കണ്ടു പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റും, പറയാൻ പറ്റും. പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കൂളിലെ പോലെ ഗ്രാമറായിട്ട് എഴുതി പഠിച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും. ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ ഐ ആം ഗോയിങ് എന്നാണ് പറയുക, ഐ ഈസ് ഗോയിങ് എന്നാണ് പറയാ ജയ്? ഐ ആം ഗോയിങ് എന്നല്ലേ പറയുള്ളൂ. ഐ ഈസ് നമ്മൾ പറയോ? പറയുമ്പോൾ തന്നെ നമുക്ക് അതിലെന്തൊരു പ്രശ്നം ഉണ്ടല്ലോ തോന്നുന്നു അല്ലേ? ശരിക്കും ഈസിന്റെ ആമിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, ആണെന്നാണ്. ഓക്കെ. ഇപ്പൊ ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മളിത് ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞു
ഒരു ഒരു സ്റ്റുഡൻറ്റ് ആദ്യം തന്നെ പറഞ്ഞു പഠിക്കുന്ന ഇതാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഐ ആം ഗോയിങ്, I am going. അല്ലേ? Yes. അപ്പോൾ അവിടെ നമുക്ക് ഉറപ്പാണ് ഐ വരുമ്പോൾ ആമാണ് അവിടെ വരിക എന്ന്. അതെ. അപ്പോൾ ഈസാണ് വരിക നമ്മൾ തെറ്റിക്കാറില്ല. ഉം. അതേപോലെ നമ്മൾ ഉപയോഗിച്ചാണ് പഠിക്കേണ്ടത്. Okay. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ ജസ്റ്റ് ബീച്ചിൽ ഈ മണലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറയും? വി സാറ്റ് On the sand. ഓൺ ദ സാൻഡ്, അല്ലെങ്കിൽ ഓൺ ദ ബീച്ച് ഓൺ ദ സാൻഡ് എന്ന് പറയും. Okay. ആ രീതിയിലൂടെ പറയും. അതെ, ഇതിപ്പോ ഇങ്ങനെ ഇമേജ് കണ്ട് പറയുന്നതുകൊണ്ട് നമുക്ക് പുറത്തൊരു കാര്യം കണ്ടാൽ നമുക്ക് പറഞ്ഞു നോക്കാൻ പറ്റും. പറഞ്ഞു നോക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അതെ. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. ഉം. അതായത് ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ വാക്കുകളും അക്ഷരങ്ങളും ലെറ്ററുകളൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക, അതെ. അല്ലേ? Yes. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്നും വേണ്ട. ഇതിപ്പോൾ ഫസ്റ്റ് ഇതാ എങ്ങോട്ടാ പോകുന്നവർ? SB Bank. എസ് ബി ഐയിലേക്ക് ഒരാൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അഭിഷേക് എസ് ബി ഐയിലേക്ക് പോയി എന്ന് പറയുന്ന സമയത്ത് അഭിഷേകിൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? പോയി എന്നുള്ളതിന് ആ ഇമേജ് ഉണ്ടാവും, അതെ. അല്ലേ? അപ്പോൾ ആ ഇമേജ് നോക്കിയിട്ട് ഇമേജ് മനസ്സിലുണ്ടാവും. ശരിക്കും നമ്മൾ എവിടെയെങ്കിലും പോകാന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണല്ലോ, ആ ഇമേജ് ആണല്ലോ. അതെ. ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇമേജ് നോക്കി നിങ്ങൾ പറയുന്നു. ഇപ്പോൾ ഇമേജ് നോക്കി, ഒന്നാമത്തെ ഇമേജ് നോക്കിയിട്ട് അഭിഷേക് എന്ത് പറയും? I headed to SBI Bank. ഒരു സമയം കൂടി പറഞ്ഞു. Yesterday I headed to the SBI Bank ഓക്കെ, അടുത്തത് പറയൂ. where I met my friend. ഓക്കെ, അടുത്ത പറയൂ. We headed to the coffee shop. ഓക്കെ, We had coffee together. വെരി ഗുഡ്. അടുത്തത്. Then I paid the bill. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ എന്തെങ്കിലും മലയാളം സെന്റൻസ് പറഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണോ? ഇല്ല. അല്ല, ആ ഇമേജ് കണ്ട് നിങ്ങൾ പറഞ്ഞാണ്. അതെന്നൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നു. അതെ, പെട്ടെന്ന് വരികയാണ്. Yes, yes. അപ്പോൾ ഇതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം പറയേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, എടാ നീ ഇന്നലെ അവിടെ പോയി? യെസ്റ്റർഡേ ഐ ഹാഡ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. Yep. ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. നമ്മൾ ആദ്യം പഠിച്ച രീതിയിൽ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കും. ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ പോയി. I go. അതാണ്. ശരി, സംഭവം അങ്ങനെ മലയാളം ഗ്യാപ്പ് വരുന്നില്ല. അതാണ് ഈ ലാഗ് നമുക്ക് ഒഴിവാകും. അതെ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ലാഗ് ഉണ്ടാവും. പലപ്പോഴും ആദ്യം നമ്മൾ മലയാളത്തിൽ ഇന്നലെ ഞാൻ അവിടെ പോയി, ഇന്നലെ യെസ്റ്റർഡേ മലയാളത്തിൽ ചിന്തിക്കുക. ഇത് നേരെ ഇമേജ് വിഷ്വലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഈ ഫ്ലാഷ് കാർഡ്സിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു എക്സ്പീരിയൻസ് ലേണിംഗ് ആണ്. നമ്മളത് കണ്ട് നമ്മുടെ വിഷ്വൽ ലേൺ ചെയ്യുന്ന സമയത്ത് വിഷ്വലി നമ്മളൊരു കാര്യം നമ്മുടെ ബ്രെയിനിൽ കൂടുതലായി പതിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നന്നായിട്ടുണ്ടാവും. ഈ വിഷ്വലുകൾ നമ്മുടെ മനസ്സിൽ നന്നായി പതിയും. അതാണ് ഇവിടെ നമ്മൾ ആ ഒരു മെത്തേഡാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടി, അതിൻ്റെ തുടർച്ച നമുക്ക് കുറച്ചുകൂടി ചെയ്യാം. യെസ്. അപ്പോൾ ഇവിടെ സാൻഡിൽ ഇരുന്നതിന് ശേഷം ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ? ഒരു മണ്ണുകൊണ്ടൊരു കോട്ട പോലെ ഉണ്ടാക്കുകയാണ്, അല്ലേ? ഈ മണൽ കൊണ്ട് നമ്മളിങ്ങനെ കോട്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് കോമൺ ആയിട്ട് പറയാം സാൻഡ് കാസിൽ. കാസിൽ എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അർത്ഥം. കോട്ട. അപ്പോൾ സാൻഡ് കാസിൽ എന്നാണ് പറയാം. സാൻഡ് കാസിൽ. അപ്പോൾ ഈ നിർമ്മിക്കുക എന്നുള്ളത് നമ്മൾ എന്താ പറയും? ബിൽഡിംഗ് ഒക്കെ ബിൽഡ് എന്ന് പറയില്ലേ? അതൊന്ന് തിരിച്ചു വെച്ചാൽ ബിൽഡ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, അല്ലേ? അപ്പോൾ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്ന് എങ്ങനെ പറയും? I built. ഐ ബിൽറ്റ്. അപ്പോൾ ഐ ബിൽഡ് ഞാൻ നിർമ്മിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കാറുണ്ട്. ഐ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിർമ്മിച്ചു എന്നാണ്. I built. നിർമ്മിച്ചു. ഐ ബിൽറ്റ്. ഇനി എന്താ നിർമ്മിച്ചതെന്ന് നമുക്ക് നോക്കാം. തിരിച്ചു വെച്ചേ. സാൻഡ് കാസ്റ്റിൽ. സാൻഡ് കാസ്റ്റിൽ എന്ന് പറയരുത്, കാസിൽ. സാൻഡ് കാസിൽ. അവിടെ ടി ഉണ്ടെങ്കിലും ടി സൈലന്റ് ആണ്. അപ്പോൾ കാസിൽ. കാസിൽ. അപ്പോൾ ഐ ബിൽറ്റ് എ സാൻഡ് കാസിൽ. I built a sand castle. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണോ അജയ് നിർമ്മിക്കുന്നത്? അല്ല. അപ്പോൾ എങ്ങനെ പറയാം അജയ്? രണ്ടുപേരുണ്ട്. വി. അപ്പോൾ എങ്ങനെ പറയും? We built a sand castle. We built a sand castle. അഭിനവേ ഐഡിയ കിട്ടിയില്ലേ? Yes, yes. We built a sand castle. We built a sand castle. ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഈ നിർമ്മിക്കുക എന്നുള്ള സമയത്ത് മെയ്ക്ക് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണല്ലോ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയില്ലേ? ഓക്കെ, മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ, നിർമ്മിച്ചത് എന്നുള്ള അർത്ഥത്തിൽ. അതേസമയം ഈ ബിൽഡിങ് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, കൺസ്ട്രക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ബിൽറ്റ് ആണ് നല്ലത്. അതാണ് നമ്മൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബിൽറ്റ് ഉപയോഗിക്കുന്നത് കാരണം. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ഐ ബിൽറ്റ്. We built a sand castle. സാൻഡ് കാസിൽ. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഇമേജ് കാണിച്ചു തരാം. ഈ ഇമേജ് എന്താ ഇതിനകത്ത് കാണുന്ന അഭിഷേകേ? ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാണ്. ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ് അല്ലേ? ഒരു സ്പെസിമെൻ ആണ്, ബ്രിഡ്ജിൻ്റെ ഒരു മോഡൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിൽ പറയാൻ എന്ത് പറയും? We built a bridge. We built a bridge. We built a bridge അല്ലേ? ഞങ്ങളൊരു പാലം ഉണ്ടാക്കി. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ഒരു വീടാണ്. ഒരു വീടാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ പറയും? We built a house. We built a house. tiny house എന്ന് പറയാം, ഒരു സ്മോൾ വീട്. We built a tiny house. Tiny house. We built a tiny house. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ബിൽഡ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? We built a sand castle. സാൻഡ് കാസിൽ. പിന്നെ നോക്കിയേ, പിന്നെ എന്താ സംഭവം കണ്ട് അവർ നോക്കിയ മനോഹരമായ അസ്തമയം കണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അതെ. അപ്പോൾ ഇങ്ങനെ അസ്തമയമൊക്കെ കാണുന്നതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ
വാച്ച് എന്നാണ് പറയുക. വാച്ച്. വാച്ച്. ഒന്ന് തിരിച്ചിട്ടെ. കണ്ടോ, കാണുക, നിരീക്ഷിക്കുക, ഇതിനൊക്കെ നമ്മൾ വാച്ച് എന്നാണ് പറയാം. അതുപോലെ കണ്ടു എന്നാണെങ്കിൽ വാച്ച്ഡ്. വാച്ച്ഡ്. വാച്ച്ഡ് അങ്ങനെ പറയും. വാച്ച്ഡ്. വാച്ച്ഡ്. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? സൺസെറ്റ്. സൺസെറ്റ് കാണാം. സൺസെറ്റ് ആണ് കാണുന്നത്. കണ്ടോ, സൺസെറ്റ് ആണ്. അപ്പോൾ എങ്ങനെ പറയും? We watched a sunset. വി വാച്ച്ഡ് ഏന്ന് ആവശ്യമില്ല. വി വാച്ച്ഡ് ദ സൺസെറ്റ്. വി വാച്ച്ഡ് ദ സൺസെറ്റ്. അങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് പറയാം, വി വാച്ച്ഡ് ദ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. We watched the beautiful ആ, sunset. അപ്പോൾ ഈ കാണുന്നതിനൊക്കെ നമ്മൾ അങ്ങനത്തെ കാണുന്നതിനൊക്കെ പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഗെയിം ഇവിടെ കണ്ടോ, ഫുട്ബോൾ. ഫുട്ബോൾ മാച്ച് കണ്ടില്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും അജയ് ഇത് പറയാം? വി വാച്ച് ഫുട്ബോൾ മാച്ച്. വി വാച്ച് ദ ഫുട്ബോൾ മാച്ച്. ഞങ്ങൾ ഫുട്ബോൾ മാച്ച് കണ്ടു. ഇനി ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് നമ്മൾ ഓഡിയൻസ് ആദ്യം പറയട്ടെ. കണ്ടോ, ഇത് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അഭിനവേ TV ആണ്. ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയാം? നമ്മൾ ഓഡിയൻസ് ആദ്യം പറയൂ. ഇനി അഭിനവന് പറയാം. We watched TV. വി വാച്ച്ഡ് ടി വി അല്ലേ? അപ്പോൾ ഇങ്ങനെ കാണുന്നതിന്, ഇപ്പോൾ ടി വി കാണുന്നതിന്, അതുപോലെ തന്നെ ഫുട്ബോൾ മാച്ച് കാണുന്നതിന്, ഇപ്പോൾ അസ്തമയം കാണുന്നതിനൊക്കെ വാച്ച് എന്ന് പറയുന്നതാണ് നല്ലത് കേട്ടോ. അവിടെ അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടി വി കാണുന്നതിന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വാച്ച് കിട്ടുന്നു. ഒരു ടി വിൻ്റെ മുകളിൽ ഒരു വാച്ച് ഇങ്ങനെ കെട്ടി വെച്ചതായിട്ട് നിങ്ങളിങ്ങനെ രസകരമായിട്ട് ചിന്തിക്കുക. എപ്പോഴും വിഷ്വലായിട്ട് കാര്യങ്ങൾ കണ്ടാൽ നമ്മുടെ മനസ്സിൽ ലോങ് ടൈം ആയിട്ട് നിലനിൽക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവം? വി വാച്ച് Sunset. വി വാച്ച് ദ സൺസെറ്റ്. ഓക്കെ, Beautiful sunset. യെസ്, വി വാച്ച് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ഞങ്ങളൊരു മനോഹരമായ സൺസെറ്റ് Sunset. കണ്ടു. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ Yes. അല്ലേ? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയം. അതായത് നമ്മളിപ്പം ആ. ഈ സൺസെറ്റ് ഒന്നിച്ച് കണ്ടപ്പം ആ. ടുഗെദർ യൂസ് ചെയ്തില്ലല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ടുഗെദർ. തീർച്ചയായിട്ടും നമുക്ക് തന്നെ പറയാം, നമ്മൾ ഒരുമിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. വി വാച്ച് ദ സൺസെറ്റ് ടുഗെദർ എന്ന് പറയാം. Together. ഇനി വേറെ ഒരു സിമ്പിൾ വേയും കൂടി ഉണ്ട്. വാച്ച് എന്ന് പറയുന്നതിന് പകരം വി എൻജോയ് ദ സൺസെറ്റ് വെരി മച്ച്. ഞങ്ങൾ അറിയാം, കാണാണെന്ന് അറിയാലോ. അപ്പോൾ ആസ്വദിക്കുക. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഐസ്ക്രീം കഴിച്ചു എന്നുള്ളതിന് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം വി എൻജോയ് ദ ഐസ്ക്രീം. We enjoyed the ice cream. കണ്ടോ, Okay. അപ്പോൾ അതിനർത്ഥം ജോയ് ഐസ്ക്രീം കഴിച്ചു എന്നുള്ള അർത്ഥത്തിൽ വി എൻജോയ് ദ ഐസ്ക്രീം. ഓക്കെ, Okay. റൈറ്റ്. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. Okay. അപ്പോൾ ഇവിടെ നമ്മൾ സൺസെറ്റ് ഒക്കെ കണ്ടു. അതിനുശേഷം നോക്കൂ, ഞാൻ എങ്ങോട്ടാ പോയത്? കുറച്ച് സമയം കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞു എന്നുള്ള എന്ത് പറയും? After some time. ആഫ്റ്റർ സം ടൈം, അല്ലെങ്കിൽ ലേറ്റർ, അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം അല്പസമയം കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞ് പറയുമ്പോൾ ആഫ്റ്റർ സം ടൈം. After some time. അപ്പോൾ എങ്ങോട്ടാ പോയത്? റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ എങ്ങനെ പറയും? We went to the railway station. വെന്റ് എന്ന് പറയൂ അജയ്. We headed to the railway station. അതാണ് വെന്റ്, അറിയാതെ പറഞ്ഞു അല്ലേ? Went to the അങ്ങനെ പഠിച്ചു വേണ്ടി വെന്റ് വരും. അപ്പോൾ എങ്ങനെ വേണം ഇവിടെ? We headed to the We railway headed. station. വി ഹെഡഡ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇവിടെ ഇപ്പോൾ രണ്ടാളില്ല, അപ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ വേണോ? ആ. അപ്പോൾ എങ്ങനെ പറയും? I headed to the railway station. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഐ ഹെഡഡ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇവിടെ എന്താ കാണുന്നത്? ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ബുക്ക് ചെയ്യാന്നുള്ള എന്ത് പറയും? ബുക്ക് എന്നാണ്. ബുക്ക് ചെയ്തു എന്നാണെങ്കിലോ? ബുക്ക്ഡ്. ഒന്ന് തിരിച്ചു വെച്ചോ. അപ്പോൾ ബുക്ക് ചെയ്യുക എന്നുള്ളതിന് ബുക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ബുക്ക് ചെയ്തു എന്നാകുമ്പോൾ ബുക്ക്ഡ്. ബുക്ക്ഡ്. അപ്പോൾ എങ്ങനെ പറയും? I booked that ticket. ഐ ബുക്ക്ഡ് 2 ടിക്കറ്റ്സ്. രണ്ടെണ്ണമാണെങ്കിൽ രണ്ടെണ്ണം പറയാം. Okay. അപ്പോൾ ഐ ബുക്ക്ഡ് 2 tickets. 2 ടിക്കറ്റ്സ്. ഐ ബുക്ക്ഡ് 2 ടിക്കറ്റ്സ് അല്ലേ? Okay. ഞങ്ങൾ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ട്രെയിനിലിരിക്കുന്ന ചിത്രമാണല്ലോ അല്ലേ? ഈ ട്രെയിനിൽ ഇരിക്കുക എന്നുള്ളതിന്, ട്രെയിനിൽ ഇങ്ങനെ കയറുക, പോവുക, ഇതിനൊക്കെ കോമൺ ആയിട്ട് പറയുന്ന വേർഡ് എന്താണെന്ന് വെച്ചാൽ ബോർഡ് എന്നാണ് പറയുക. ബോർഡ്. ഇപ്പം നമ്മൾ ബോർഡിംഗ് പാസ് എന്ന് പറയില്ല ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒക്കെ. ഇപ്പോൾ ഫ്ലൈറ്റ്, ട്രെയിന്, ബസ് ഇങ്ങനെയൊക്കെ ഉള്ളത് പോകുന്നതിന് എന്താ പറയുക? ബോർഡ് എന്നാണ്. അപ്പോൾ ഐ ബോർഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എടാ നീ ഇപ്പോൾ എവിടെയുള്ള ബസ്സിൽ കയറിയോ? യെസ് ഐ ബോർഡഡ് എന്ന് പറഞ്ഞാൽ ഞാനതിൽ കയറി, ഉള്ളിൽ കയറി പറ്റി. ഐ ബോർഡഡ് ദ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞു. ട്രെയിനിലാണെങ്കിലും എന്ത് പറഞ്ഞാൽ മതി? ബോർഡഡ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരാളാണ് ഇവിടെ ഉള്ളത്, അല്ല രണ്ടുപേരുണ്ട്. അപ്പം എങ്ങനെ പറയും? We boarded in the bus. വി ബോർഡഡ് In the bus. ആണോ? Train ആണ്. ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറി. Okay. Train. അപ്പം എങ്ങനെ പറയും? We boarded the train. വി ബോർഡഡ് ദ ട്രെയിൻ. കണ്ടാൽ ഒരു ബസ് പോലെയും തോന്നൂല്ലേ ചിലപ്പോൾ? അപ്പോൾ നമുക്ക് വേണേൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ഈ ഇമേജ് കാണുമ്പോൾ എന്തായിരിക്കും അഭിഷേക് പറയാ? നോക്കിയേ, ഇവിടെ ആരാ ഉള്ളത്? ഇപ്പൊ ഞങ്ങള് വിമാനത്തിലിരിക്കാം. അപ്പോൾ ഇവിടെ ആരെയാ കാണുന്നത്? ആരെയാ കാണുന്നത്? ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസിനെ കാണുന്നില്ലേ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പറയും? വി സോ എൻ എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസിനെ കണ്ടു. അതെ. അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ ഇപ്പോൾ കയറിയതിന് നമ്മൾ ബോർഡഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെ പറയും? വി ബോർഡഡ് ദ ഫ്ലൈറ്റ്. വി ബോർഡഡ് ദ ഫ്ലൈറ്റ്. അജയ് ഇത് പറയൂ. ഇത് നോക്കുന്ന സമയത്ത് ഇത് എവിടെ ഇരിക്കുന്നത്? Bus. ബസ്സിലാണ്. അപ്പോൾ എങ്ങനെ പറയും? We boarded the bus. വി ബോർഡഡ് ദ ബസ് അല്ലേ? വി ബോർഡഡ് ദ Bus. ബസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? We boarded the train. വി ബോർഡഡ് ദ ട്രെയിൻ.
ആൻഡ് റിട്ടേൺ ഹോം. വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഈ സെൻറ്റൻസുകൾ നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോൾ ഒരു 10-18 സെൻറ്റൻസുകൾ പറഞ്ഞു പഠിച്ചിട്ട് വൺ ബൈ വൺ ആയിട്ട് കാർഡ് മാത്രം വെച്ചുകൊണ്ട് വിഷ്വലിയാണ് നമ്മളിത് കണ്ടത് അല്ലേ. അപ്പോൾ ഈ വിഷ്വൽ ഇമേജുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്കിത് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, പകുതിയിൽ നിന്ന് മുതൽ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഓഡിയൻസ് പറയണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം. ഓക്കെ, നമുക്കിത് ഓർമ്മയുണ്ടോ നോക്കണ്ടേ? യെസ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയതും മുതലാകാം, അല്ലെ സാരി ഷോപ്പിംഗ് മോളിൽ പോയി. അവന് പറയൂ. സാരി ഷോപ്പിംഗ് മോളിലേക്ക് പോയി. അതെ, ഇതാ ഇവിടെ മുതൽ പറയൂ. ഇതാ ഞാനിപ്പോൾ ഇമേജ് കാണിച്ചിട്ടുണ്ട്, ഇമേജ് നോക്കൂ. ഓക്കെ, വി ഹെഡഡ് ടു ദ ഷോപ്പിംഗ് മോൾ. ഓക്കെ, നമ്മൾ ഓഡിയൻസ് പറയൂ, എന്താണ് ചെയ്യുന്നത് ഇവിടുന്ന് പറഞ്ഞ അഭിനവേ? സാരി വാങ്ങാം. ആൻഡ് വി ബോട്ട് എ സാരി. വി ബോട്ട് എ സാരി. യെസ്. പിന്നെ എന്താ സംഭവിച്ചത്? ഫാർമസിയാണ്. അപ്പോൾ പറയൂ. Later, I headed to the pharmacy and bought some medicine. And bought some medicine. പിന്നെ എങ്ങോട്ട് പോയി നോക്കൂ അഭിഷേക്? We headed to the beach. We headed to the beach. ഇനി നമ്മൾ ഓഡിയൻസ് പറയണം. പിന്നെ എന്ത് പറയും അഭിഷേക്? We saw a kite seller. We saw a kite seller. Very good. പിന്നെ We bought a beautiful kite. അപ്പോൾ ഇവിടെ വേണം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. We saw a kite seller and we bought a kite. Kite. അത്ര മതി. And we bought a beautiful kite. And we bought a beautiful kite. Very good, very good. നമ്മൾ ഓഡിയൻസിന് വേണ്ടി ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തി ചോദിക്കുകയാണ്. ഇവിടെ എന്താ കാണുന്നത് എന്നുള്ളത് നമ്മുടെ ഓഡിയൻസ് പറയണം കേട്ടോ. നേരത്തെ കൈറ്റ്സ് അല്ലെ കൈറ്റ് ഫ്ലൈ ചെയ്യുന്നത് കണ്ടിരുന്നു. ഇവിടെ എന്താ ഇപ്പോൾ അഭിഷേക് ചെയ്യുന്നത്? ബലൂൺ. അപ്പോൾ എങ്ങനെയായിരിക്കും പറയാ? We flew balloons. We flew balloons അല്ലേ? Yes. ഇനി നേരത്തെ നമ്മൾ ഐസ്ക്രീം സെല്ലറെ കണ്ടിരുന്നു അല്ലേ? ഇവിടെ ഇപ്പോൾ ആരെയാ കാണുന്നത്? ശ്രദ്ധിച്ച് നോക്കി ഇമേജ്. പോപ്കോൺ സെല്ലർ. അപ്പോൾ എങ്ങനെയായിരിക്കും പറയാ? We saw the popcorn seller. Yes, we saw a popcorn seller. Right? Saw a popcorn seller. Right. പിന്നെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് വാങ്ങിച്ചു? പോപ്കോൺ മേടിച്ചു. Where we bought some popcorns. Where we bought some popcorns. അവിടെ നമ്മൾ കുറച്ച് പോപ്കോൺ വാങ്ങിച്ചു. ഇനി ഓഡിയൻസ് പറയണേ, പോപ്കോൺ സെല്ലർ കാണുന്നതിന് പകരം ഇവരിപ്പോൾ കാണുന്ന ആരെയാണെന്നുള്ള നമ്മൾ ഓഡിയൻസ് നോക്കുക. കണ്ടോ എങ്ങോട്ടാണ് അവർ നോക്കുന്നത്? അതെ, ഫ്രൂട്ട്സ് വിൽപ്പനക്കാരനാണ് അല്ലേ? അപ്പോൾ ഫ്രൂട്ട്സ് വിൽപ്പനക്കാരൻ എന്നുള്ളതിന് എങ്ങനെ പറയാ അജയ്? ഫ്രൂട്ട് സെല്ലർ. അപ്പോൾ എങ്ങനെ പറയും? We saw a fruit seller. We saw a fruit seller. Right. Okay. ഇനി നമ്മുടെ ഓഡിയൻസ് പറയൂ, ഇതെന്തായിരിക്കും പറയാ? ഫ്രൂട്ട്സ് വാങ്ങി. അപ്പോൾ എങ്ങനെ പറയും? We bought some fruits. We bought some fruits. അല്ലേ? അല്ലെ we bought 1 kilo apples. നമ്മളിപ്പോൾ ആപ്പിളാണ് 1 kilo apples അല്ലേ? അല്ലെ we bought some apples. അങ്ങനെ പറയാം. അങ്ങനെ പറയാലോ, ആപ്പിളാണല്ലോ വാങ്ങിച്ചത്. ഓക്കെ, യെസ്. അതിനുശേഷം ഇപ്പോൾ ഈ കോട്ട ഉണ്ടാക്കുന്നതിന് എന്താണെന്ന് പറയാ? ബിൽറ്റ് എന്നാണ്. അപ്പോൾ അഭിനവേ, ഈ കോട്ടയ്ക്ക് നമ്മൾ എന്ത് പറയും? മണൽ കൊണ്ട് ഉണ്ടാക്കുന്ന കോട്ടയ്ക്ക് സാൻഡ് കാസിൽ അല്ലേ? അപ്പോൾ സാൻഡ് കാസിൽ. അപ്പോൾ എങ്ങനെ പറയാം അഭിനവേ? We built a sand castle. Yes, build അല്ല built. We built a sand castle. പിന്നെ അവരെന്ത് ചെയ്തു? സൂര്യാസ്തമയം കണ്ടു. അപ്പോൾ കാണുക, അവിടെ കാണുന്നതിന് എങ്ങനെ പറയാം അഭിഷേകേ? We watched the sun. ഒരു ബ്യൂട്ടിഫുൾ ചേർക്കാം. We watched a beautiful sunset. Yes, we watched a beautiful sunset. അല്ലേ? Yes. അതിനുശേഷം അജയ് നമ്മുടെ ഓഡിയൻസ് പറയട്ടെ, പെട്ടെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ട് പോയി? റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എങ്ങനെ പറയും? Later I headed to the railway station. Yes. പിന്നെ And booked 2 tickets. And booked 2 tickets. 2 tickets. പിന്നെ And we boarded the train. Yes, we boarded the train and returned home. കണ്ടോ? ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സ്പീഡിൽ ആരെങ്കിലും ഒന്ന് പറയാം. ഞാൻ ഇങ്ങനെ ഇമേജ് ഓരോന്നോരോന്ന് കാണിക്കും, എന്നിട്ടൊന്ന് പറയണം. ഒന്ന് അജയ് ഒന്ന് സ്പീഡിൽ പറയാമോ? അപ്പോൾ നമ്മുടെ ഓഡിയൻസ് സ്പീഡിൽ പറയണം, ആദ്യം മുതൽ 1 by 1 ആയിട്ട് കേട്ടോ. അപ്പോൾ അജയ്, ഞാനിപ്പോൾ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്ക് അജയ് നോക്കിയിട്ട് 1 by 1 ആയിട്ട് സംഭവം പറയണം. ഓക്കെ, നമ്മൾ ഓഡിയൻസ് ഇതേ സ്പീഡിൽ പറയാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 തവണ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കിത് പറയാൻ പറ്റും. ഓക്കെ അജയ്, യു ക്യാൻ സ്റ്റാർട്ട് നൗ. Yesterday I headed to the SBI bank. Okay. Where I met my friend. Okay. We headed to the coffee shop together. Then we had tea. Okay. And I paid the bill. Yes. Later we headed to the bookstore. Good. Where we bought an English dictionary. Okay. Later we headed to the shopping mall. Where I bought a beautiful sari. Okay. At that time, my friend headed to a
pharmacy Mm. and buy some medicine Buy and bought what? some medicine. Bought some medicine. Later, we headed to the beach Okay. where we saw a kite seller and we bought a kite. Yes. We flew the kite. Okay. At that time, Mm. we saw an ice cream seller Okay. where we bought 2 ice creams Okay. and had it together. Okay. Then we sat on the sand Yes. and built a beautiful sand castle. Right. Later, we watched a beautiful sunset. Okay. After that, I headed to the railway station and booked 2 tickets. Yes. We boarded the train and returned home. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ? കറക്റ്റായി പറഞ്ഞില്ലേ? യെസ്. Our sentence ആ ഈ മുഴുവൻ സംഭവം ഇതൊന്ന് വായിച്ചേ അല്ലേ നിങ്ങൾ? ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ സംഭവം ഇതിൽ കംപ്ലീറ്റ് ആയില്ലേ? ഇല്ലേ? ഇന്നലെ രാവിലെ ഞാൻ SBI ബാങ്കിൽ പോയി. ആ. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ഞാൻ എൻ്റെ അയൽക്കാരനെ കാണാനിടയായി. ആ. ഞങ്ങൾ ഒരുമിച്ച് ഒരു കോഫി ഷോപ്പിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ കോഫി കഴിച്ചു. ആ. ഞാൻ ബില്ലടച്ചു. പിന്നീട് ഞങ്ങൾ ബുക്ക് സ്റ്റോറിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി വാങ്ങി. ആ. അതിനുശേഷം ഞങ്ങൾ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയി. ഞാൻ അവിടെ നിന്നും എല്ലാ സാധനം ബീച്ചിൽ അതെ. പോയി സാരി വാങ്ങി പട്ടം ഫ്രണ്ട് മെഡിക്കൽ വിൽപ്പനക്കാരനെ ഷോപ്പിൽ കണ്ടു. പോയി. ഞങ്ങൾ ബില്ലടിച്ച് പട്ടം പറത്തി. അങ്ങനെ ഞങ്ങൾ മണൽ കൊണ്ട് കോട്ട നിർമ്മിച്ചു. അതിനുശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നീട് പിന്നീട് ഞങ്ങൾ ട്രെയിൻ ട്രെയിൻ കയറി കയറി വീട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പൊ ഈ സംഭവം ഇത് പറയാൻ പറ്റൂല്ലോ? പറയാൻ പറ്റും. പറയാൻ പറ്റൂലേ? പറഞ്ഞു അല്ലേ? ഈ ഒരു മെത്തേഡാണ് സിമ്പിൾ ആയിട്ട് പറയാം. അല്ലേ? പറയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറയാൻ പറ്റില്ലേ? ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ ഇപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഈ സംഭവം വെച്ചിട്ടുള്ളത് ആ ചെയ്യാൻ പറ്റും. മാറ്റി പറഞ്ഞാൽ മതി. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് ഈ രീതിയിൽ ഇത് മാത്രമല്ല പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു സംഭവം മാത്രമാണ് ഇങ്ങനെയല്ല. ഈ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് 1 by 1 ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഇത് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് ഗ്രാമർ ഇത് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഗ്രാമറാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഇംഗ്ലീഷ് ആ ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമറും ഇതേ മെത്തേഡിലൂടെ പഠിക്കാം. പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിച്ച രീതിയിലേ അല്ല. നമ്മൾ ഈ കാണുന്ന ഓരോ സംഭവങ്ങളും ഉപയോഗിച്ചിട്ടും നമുക്കത് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാഡ്, ഹാസ്, ഹാവ്, അതുപോലെ തന്നെ ഡു, ഡസ്, ഡിഡ്, ഇതൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അതെ. ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പഠിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്നാൽ നമ്മൾ സ്കൂളിൽ ഗ്രാമർ പഠിക്കുന്ന എങ്ങനെയാണ്? സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് അങ്ങനെയൊക്കെ അല്ലേ? ഇങ്ങനെ ഒരു സംഭവവും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് എന്നാൽ ഭംഗിയായി നമ്മൾ മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത്? നിങ്ങൾ മലയാളം സംസാരിക്കുന്ന സമയത്ത് കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം ഇതൊക്കെ പഠിച്ചിട്ടാണോ നിങ്ങൾ വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങിയത്? ആണോ? അല്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സംഭവം കണ്ടും കേട്ടും പറഞ്ഞു പഠിക്കുക. എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഗ്രാമർ. നമുക്ക് സംസാരിക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും എഴുതാൻ എന്തായാലും ഗ്രാമർ വേണ്ടേ? വേണ്ടേ? വേണ്ട. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്രാമത്തെ ക്ലാസ് മുതലായിരിക്കും നിങ്ങൾ സ്കൂളിൽ നോട്ട്ബുക്ക് എഴുതാൻ തുടങ്ങിയത്? 1ാം ക്ലാസ്, 2ാം ക്ലാസ്, എന്തായാലും 3ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നന്നായിട്ട് നോട്ട്ബുക്ക് എഴുതാൻ തുടങ്ങിയില്ലേ? നമ്മൾ മലയാളം പറയുന്ന ഓരോ സെന്റൻസ് എഴുതൂലേ? ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഗ്രാമർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബഹുബ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം, ഉൽപ്രേക്ഷ, അലങ്കാരം ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളത് ഉപയോഗിച്ച് ശീലിച്ചതാണ് അല്ലേ? ഇതേപോലെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഗ്രാമർ പഠിച്ചോ ഈ സെന്റൻസുകൾ പറഞ്ഞപ്പോൾ? അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ സംസാരിക്കാനും എഴുതാനും ഒക്കെ പറ്റും. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫ്ലാഷ് കാർഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ മുകളിൽ കുറച്ച് വ്യത്യസ്തമായ കാർഡുകളുണ്ട്. കാർട്ടൂൺ ടൈപ്പുള്ള കാർഡുകൾ കണ്ടില്ലേ? ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ലേ പഠിക്കാൻ പറ്റൂ? ഒരിക്കലില്ല. 70-75 വയസ്സുള്ള അമ്മമാരടക്കം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇതുപോലെ മെത്തേഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അതായത് വിഷ്വൽ മെമ്മറി എന്ന് പറയുന്നത് അതെല്ലാവർക്കും പെട്ടെന്ന് മെമ്മറിയിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക കൊച്ചു കുട്ടികൾക്കാണോ ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നത്? കൊച്ചു കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഡെയിലി ലൈഫിലുള്ള കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഒരു എന്താ ചെയ്യുന്നത്? ക്ലീൻ ചെയ്യാണ് അല്ലേ? അപ്പം വാക്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ വാക്യൂംഡ്, ഐ വാക്യൂംഡ്. അതിൽ തുടയ്ക്കുന്നതിന് എന്താ പറയുക? തുടയ്ക്കുന്നതിന് നമ്മൾ മോപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ മോപ്ഡ് എന്നാണ് പറയുക. ഈ തറ തുടയ്ക്കുന്നതിന് നമ്മൾ മോപ്പ് ഉപയോഗിച്ചല്ലേ തറ തുടയ്ക്കുക? അപ്പോൾ നമ്മളത് മോപ്ഡ് എന്ന് പറഞ്ഞാൽ മതി. അതേസമയം നമ്മൾ ജനലൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ തട്ടൂലേ? അതിന് വൈപ്പാണ്, വൈപ്റ്റ്. അങ്ങനെ ഓരോ കാര്യവും നമുക്കിങ്ങനെ ഇതേപോലെ ഡെയിലി ലൈഫിൽ വരുന്ന കാര്യങ്ങളാണ്. എല്ലാം ഡെയിലി ലൈഫിൽ വരുന്ന ഇങ്ങനത്തെ വാക്കുകൾ. അപ്പോൾ ഇതേപോലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ കാർഡുകൾ ഉപയോഗിച്ചിട്ട്, ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ ഫ്ലാഷ് കാർഡുകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് അത് അയച്ചു തരും. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെയാണ് നമ്മുടെ ഈ ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ആം, ആർ, വാസ്, വേറെ ഇത് മാത്രമല്ല, ഡു, ഡസ്, ഡിഡ്, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ്, ഇങ്ങനെയുള്ള യൂസേജുകൾ, ഇൻസ്റ്റെഡ് ഓഫ്, ഇൻ ഓർഡർ ടു, ഇങ്ങനത്തെ യൂസേജുകൾ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ എമംഗ്, ബിറ്റ്വീൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എവിടെ ഉപയോഗിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് വരിക, ഇങ്ങനെയുള്ള കൺഫ്യൂഷനുകളുള്ള ആളുകളാണെങ്കിൽ അതേപോലെ ഡെയിലി ലൈഫിൽ വൊക്കാബുലറി. ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം, പക്ഷേ അവർക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, തുണി പിഴിയുക, പിന്നെ തുണി കുടയുക, അതുപോലെ വിരിച്ചിടുക, ഇങ്ങനെയുള്ള ഒത്തിരി വാക്കുകളുണ്ട്. ഈ വാക്കുകളൊക്കെ റിയൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പറയുക? ഇങ്ങനെയുള്ള കൺഫ്യൂഷനുള്ള ആളുകൾക്ക് ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഇത്തരത്തിൽ നമ്മൾ ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത്, ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ച്. ഇപ്പോൾ അത് കുട്ടികളൊക്കെയാണെങ്കിൽ അവർക്ക് രസകരമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് അങ്ങനെ കളിക്കാം. ഒരാൾ ഒരു കാർഡ് എടുത്ത് ചോദിക്കാം, മറ്റേ ആൾ ആൻസർ പറയാം, അങ്ങനെ പോയിൻ്റൊക്കെ എഴുതി രസകരമായിട്ട് ഇങ്ങനെ കളിക്കാം. മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ അതുപോലെ കുട്ടികളെ സംബന്ധിച്ചുള്ള അവർക്ക് ടി വി അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ കുട്ടികളുടെ വലിയൊരു പ്രശ്നമാണ്. ഈ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ അഡിക്ഷൻസ് അങ്ങനെ കണ്ണിന് വിഷയങ്ങളൊന്നുമില്ല, രസകരമായിട്ട് പഠിച്ചു പോകും. മറ്റുള്ള ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും, വിഷ്വൽ മെമ്മറി വർദ്ധിപ്പിക്കും. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് മെത്തേഡാണ്. ഇപ്പോൾ ഒരു 75 ഇയേഴ്സൊക്കെ ഉള്ള അമ്മമാർ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, അവർക്കിത് രസമാണ് ഒരു കാർഡ് എടുത്ത് ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മളിങ്ങനെ വിഷ്വലി തിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ മെമ്മറി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുകയാണ്, അതൊന്ന് റീഫ്രഷ് ചെയ്യുകയാണ്, ഇങ്ങനെ യൂസ് ചെയ്യുകയാണ്, എന്തായിരുന്നു ആ സംഭവം ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാകുന്നത്. ഇപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരാളിങ്ങനെ കാർഡുകൾ ഇങ്ങനെ കയ്യിൽ നിന്ന് മൂവ് ചെയ്ത് പഠിക്കുന്ന രീതിയും കൂടി ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അതിനുശേഷം ഞാനിത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ 9995558247 എന്നുള്ള നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് കൊറിയറായിട്ട് ഈ കാർഡ്സുകൾ അയച്ചു തരാനുള്ള സംവിധാനവും എല്ലാം നമുക്കുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കാർഡൊക്കെ നിരത്തി വെച്ച് കാണിച്ചല്ലോ. ഓക്കെ, ഇത് ഒരാൾക്ക് സ്വന്തമായിട്ട് ഇത് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അഭിഷേക് ഓക്കെ ജസ്റ്റ് ആ കാർഡൊന്ന് സ്വന്തമായിട്ട് പഠിക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നോക്കൂ. അപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ പറയാം. ഒന്ന് അഭിഷേക് എങ്ങനെ പറയും? Yesterday I headed to the SBI bank. ഇപ്പോൾ പെട്ടെന്ന് അടുത്തെടുത്തപ്പോൾ അഭിഷേകിന് സംശയം, ഇത് ഏതായിരുന്നു വാക്ക്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്ത് ചെയ്താൽ മതി, അതൊന്ന് തിരിച്ച് നോക്കിയാൽ മതി. എങ്ങനെ ചെയ്യും? ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കിയാൽ മീറ്റാണ്. ഓക്കെ ഐഡിയ കിട്ടി. അപ്പോൾ എങ്ങനെ പറയും? Where I met my friend. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇത് ഓക്കെ, അടുത്ത് ഇങ്ങനെ എടുക്കുക. Then we headed to the coffee shop. യെസ്, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി രസമായിട്ട് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ നോക്കി രസകരമായിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക. ആദ്യം വീഡിയോ കണ്ട് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട് ഇതേപോലെ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു ടോപ്പിക് അല്ല, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കഴിഞ്ഞ കാര്യം പറഞ്ഞത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ നിങ്ങളിപ്പോൾ ഒരു സ്റ്റോറി പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിലൂടെ പഠിക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു ബേസ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് അതിലൂടെ പോകുന്നത്. അപ്പോൾ അത് ഓർഡറിൽ എല്ലാ ടെൻസ് ഐഡിയകൾ വരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ യൂസേജുകൾ, ഇപ്പോൾ ഷുഡ്, വുഡ്, കുഡ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, അങ്ങനെയുള്ള യൂസേജുകളുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ്, ഇൻ ഓർഡർ ടു, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് പല സ്റ്റോറീസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിത് പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താ പറയുക, ഇപ്പോൾ കാർഡൊന്ന് ഷഫിൾ ചെയ്തേ അജയ്, കാർഡൊന്ന് തിരിച്ചും മറിച്ചൊക്കെ വെക്കുക, മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക, മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, മിക്സ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഒരു കാർഡ് എടുക്കുക, ജസ്റ്റ് എടുക്കുക, ഒന്ന് കാണിച്ച് ഈ കാർഡ് ഇതിൽ കാണിച്ച് അത് കണ്ടിട്ട് പെട്ടെന്ന് പറയണം. ഇത് എന്താണ് സമയം, ഇത് കാണുമ്പോൾ എങ്ങനെ പറയും? ഐ ബോട്ട് എ മെഡിസിൻ കണ്ടോ, വേറെ കാർഡ് എടുത്തേ. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് കാർഡ് നോക്കി പെട്ടെന്ന് പറയണം. എങ്ങനെ പറയും? ഐ സോ എ കൈറ്റ് സെല്ലർ. കേട്ടോ, ഇങ്ങനെ പറയണം. ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ട് പിന്നീട് ഒരു സ്റ്റോറി പോലെ നമ്മൾ സെറ്റ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്, രീതി ഇതാണ്. ഇത് നമുക്ക് ഒരുപാട് 100 കണക്കിന് കാർഡുകളുണ്ട് നമുക്കിത് പഠിക്കാനുള്ള. പക്ഷെ അടിപൊളിയായിട്ട് പഠിക്കാം, രസകരമായി പഠിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ അഭിഷേകിന് എങ്ങനെയുണ്ട്? അഭിഷേക് ഇത് ഫസ്റ്റ് ടൈം അല്ല ചെയ്യുന്നത്? ഫസ്റ്റ് ടൈമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിൽ ഇപ്പം നിലവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ അഭിഷേകിനെ കൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അഭിഷേക് ഫസ്റ്റ് ടൈമാണ്. അഭിഷേകിന് എനിക്കും അത്രയും പരിചയമില്ല. ഞാൻ ജസ്റ്റ് കണ്ട അഭിനവിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതാണ് അഭിഷേക്, കോമൺ ഫ്രണ്ടാണ്. അതെ, നിങ്ങൾ രണ്ടാളും കോമൺ ഫ്രണ്ടാണ്, മിടുക്കന്മാരാണ് ഇവർ 3 ആളും. അപ്പോൾ അഭിഷേക് ഇത്, കാരണം ഞാൻ അഭിഷേകിൻ്റെ ഇതുവരെ ക്ലാസ് കൊടുക്കുക അങ്ങനെ സംഭവം ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അഭിഷേകിനോട് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, എങ്ങനെ ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉള്ളതുകൊണ്ടാണ്. അഭിഷേകിന് പറയുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല അഭിപ്രായം, അതാണ് ചോദിച്ചത്. അഭിഷേകിന് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? എനിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇതേപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറായ 9995558247 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ ഡീറ്റെയിലും ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം ഓരോ കോഴ്സിനും ഡിഫറൻ്റ് ആണ് വരുന്നത്. 3000 റുപ്പീസ് മുതൽ 10,000 റുപ്പീസ് വരെ വരുന്ന പല ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയ കോഴ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ മറന്നുകൊണ്ട് 9995558247 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നേരിട്ട് വിളിക്കരുത്, വാട്സപ്പ് ചെയ്യുക. കാരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഓരോ 10 ആളുകൾ എടുത്തുകൊണ്ടാണ് അധ്യാപകർ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പോൾ മന്ത്ലി 3000 റുപ്പീസ് മുതൽ 10,000 റുപ്പീസ് വരുന്ന പല ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ വീണ്ടും ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. മീറ്റ് അഗൈൻ. ഇറ്റ്സ് മീ സൂര്യ ധനീഷ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഫോർ നൗ.